മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 നടന്ന റെയിൽവേയുടെ ഫാർമസിസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഹാച്ച്-വാക്സ്മാൻ എഫക്ട്, ഹൗ മെനി മന്ത്സ് സ്റ്റേ വിൽ ബി പെർമിറ്റഡ് ഇൻ കേസ് ഓഫ് ദോസ് പേറ്റൻസ് ലിസ്റ്റഡ് ഇൻ ദി ഓറഞ്ച് ബുക്ക്? ഓപ്ഷൻസിൽ 10 മന്ത്സ് ഉണ്ട്, ഓപ്ഷൻ ബി 20 മന്ത്സ്, ഓപ്ഷൻ സി 30 മന്ത്സ് ആൻഡ് ഓപ്ഷൻ ഡി 40 മന്ത്സ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 30 മാസമാണ്, 13 മന്ത്സ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഹാച്ച്-വാക്സ്മാൻ എഫക്റ്റിൻ്റെ മറ്റൊരു പേരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഡ്രഗ് പ്രൈസ് കോമ്പറ്റീഷൻ ആൻഡ് പേറ്റന്റ് റീസ്റ്റോറേഷൻ ആക്ട് എന്നും ഇതിനൊരു പേരുണ്ട്. ഇതൊന്ന് ഓർത്തു വെച്ചേക്കാം. എന്താണ്? ഹാച്ച്-വാക്സ്മാൻ എഫക്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഡ്രഗ് പ്രൈസ് കോമ്പറ്റീഷൻ ആൻഡ് പേറ്റന്റ് റീസ്റ്റോറേഷൻ ആക്ട് എന്നൊരു പേരുണ്ട്. അതാണ് ഹാച്ച്-വാക്സ്മാൻ ആക്ട് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ആ ആക്ടിൻ്റെ പേരൊന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ ഓറഞ്ച് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പേറ്റൻസിന് എത്ര നാൾ അതിൽ കാലാവധി ഉണ്ടെന്നായിരുന്നു ചോദ്യം. അതിൻ്റെ ആൻസർ 30 മാസമാണ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഓറഞ്ച് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പേറ്റൻസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 മാസമാണ്. ഹാച്ച്-വാക്സ്മാൻ എഫക്റ്റിൻ്റെ മറ്റൊരു പേരും ഒന്ന് അറിഞ്ഞിരിക്കുക, ഡ്രഗ് പ്രൈസ് കോമ്പറ്റീഷൻ ആൻഡ് പേറ്റന്റ് റീസ്റ്റോറേഷൻ ആക്ട്. അധികം അങ്ങനെ കണ്ടുവരാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. 30 മന്ത്സ് ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ് ഈസ് കോമൺലി നോൺ ആസ്. ഇത് നമ്മുടെ കേരള PSCയിലും കണ്ടു വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഇനോർഗാനിക് സോൾട്ടുകളുടെയൊക്കെ സിനോണിം ചോദിക്കുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻറ്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റിൻ്റെ സിനോണിം എന്താണെന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടാർട്ടാറെമറ്റിക്, ഓപ്ഷൻ ബി എപ്സം സാൾട്ട്, ഓപ്ഷൻ സി കോസ്റ്റിക് സോഡ, ഓപ്ഷൻ ഡി റോച്ചലെ സാൾട്ട്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ടാർട്ടാറെമറ്റിക് ആണ്. ആൻറ്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ്? ടാർട്ടാറെമറ്റിക് ആണ്. പേരിൽ തന്നെ ഉണ്ട്, എമറ്റിക് ആക്ഷൻ ഉണ്ട്. അതുകൂടാതെ മറ്റ് യൂസസും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ആൻറ്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ് ലേഷ്മാനിയാസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലേഷ്മാനിയാസിസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗും കൂടെയാണെന്ത്? ആൻറ്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ്. ഇത് നമുക്ക് ഓപ്ഷനിലുള്ള മറ്റ് സോൾട്ടുകളുടെ പേരും കൂടെ ഒന്ന് നോക്കാം. എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന എന്താണ്? മഗ്നീഷ്യം സൾഫേറ്റിനെ അറിയപ്പെടുന്ന പേരാണ് എപ്സം സാൾട്ട് എന്ന്. കോസ്റ്റിക് സോഡ എന്താണ്? കോസ്റ്റിക് സോഡ NaOH ആണെന്ത്? കോസ്റ്റിക് സോഡ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി റോച്ചലെ സാൾട്ട് എന്നറിയപ്പെടുന്ന എന്താണ്? ഇത് ആൻറ്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ് അല്ലേ. അപ്പോൾ റോച്ചലെ സാൾട്ട് എന്നറിയപ്പെടുന്നത് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? റോച്ചലെ സാൾട്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ആൻറ്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ് എന്തെന്നായിരുന്നു? അത് ടാർട്ടാറെമറ്റിക് ആണ്. എമറ്റിക് ആയിട്ടും ലേഷ്മാനിയാസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം സൾഫേറ്റ്, കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് NaOH, റോച്ചലെ സാൾട്ട് എന്നറിയപ്പെടുന്നത് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. അതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ക്യുക്ലൈം എന്താണെന്നുള്ളത്. ക്യുക്ലൈം എന്താണ്? കാൽഷ്യം ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്യുക്ലൈം എന്നുള്ളത്. സ്ലേക്കട്ട് ലൈം ആണെങ്കിലോ അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOHനെ വിളിക്കുന്ന പേരാണ്. സോ കുറച്ച് പ്രധാനപ്പെട്ട ഇനോർഗാനിക് സോൾട്ടും അതിൻ്റെ സിനോണിമും അറിഞ്ഞിരിക്കുക. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ടാർട്ടാറെമറ്റിക്. അടുത്ത ചോദ്യം, ഇത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്ലാൻസ് ആണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ. ഓപ്ഷൻ എ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, ഓപ്ഷൻ ബി തൈമസ് ഗ്ലാൻഡ്, ഓപ്ഷൻ സി തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ഓപ്ഷൻ ഡി അഡ്രിനൽ ഗ്ലാൻഡ്. കാൽസിറ്റോണിൻ റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നാണ്. നമുക്ക് പ്രധാനമായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആയിട്ട് അറിയാവുന്നത് ഏതൊക്കെയാണ്? T3, T4 ആണ്. T3 എന്താണ്? ട്രൈ അയഡോ തൈറോണിനും, T4 എന്താണ്? ടെട്രാ അയഡോ തൈറോണിൻ അഥവാ തൈറോക്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ് നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോൺസ്. പക്ഷെ അത് കൂടാതെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയിലെ തന്നെ C സെൽസിൽ നിന്നും, ഏത് സെല്ലിൽ നിന്നാണ്? C സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ കാൽസിറ്റോണിന്റെ യൂസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് കാൽസിറ്റോണിൻ ചെയ്യുന്നത്? കാൽസിറ്റോണിൻ നമ്മുടെ ബോഡിയിലെ കാൽഷ്യം ഫോസ്ഫേറ്റ് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ്.
ഓക്കെ, എന്താണ്? കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. അതായത് ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടുകയാണെങ്കിൽ, ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടുമ്പോൾ അതിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോണാണ് എന്ത്? കാൽസിറ്റോണിൻ. ഇനി ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക, കാൽസിറ്റോണിൻ്റെ ജോലി എന്താണ്? ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂടുമ്പം കാൽസിറ്റോണിൻ വന്നിട്ടാണ് അതിൻ്റെ അളവ് എന്ത് ചെയ്യുന്നത്? കുറയ്ക്കുന്നത്. ഇനി ഈ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതോർമോൺ എന്ന് പറയുന്നത്. അതായത് ഈ കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാരാതൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതോർമോണിന്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു കാൽസിറ്റോണിൻ എങ്കിൽ, പാരാതോർമോൺ എന്ത് ചെയ്യുന്നു? ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതോർമോൺ. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ചോദിച്ചിരുന്നെങ്കിൽ അത് ഏതാണത്? പാരാതോർമോൺ ആണ്. ഇനി തൈമസ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അത് തൈമോസിൻ ആണ്. അതിൻ്റെ ഫംഗ്ഷനും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹെൽപ്സ് ഇൻ ദി മെച്ചുറേഷൻ ഓഫ് ടി സെൽസ്, ടി ലിംഫോസൈറ്റ്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സഹായിക്കുന്നതാണ് തൈമോസിൻ്റെ ജോലി എന്ന് പറയുന്നത്. സോ കാൽസിറ്റോണിൻ സെക്രീറ്റഡ് ഫ്രം ദി തൈറോയ്ഡ് ഗ്ലാൻഡ്. അതിൽ നിന്ന് തന്നെ ഏത് സെല്ലിൽ നിന്നായിരുന്നു? സി സെല്ലുകളിൽ നിന്നാണ്. സി സെല്ലുകളിൽ നിന്നാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും. തൈറോയ്ഡ് ഗ്ലാൻഡിലെ സി സെല്ലുകളിൽ നിന്നാണ് കാൽസിറ്റോണിൻ റിലീസ് ചെയ്യുന്നത്. കാൽസിറ്റോണിൻ്റെ ജോലി എന്താണ്? ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് having an opposite effect to that of the parathormone produced from the parathyroid gland. കാൽസിറ്റോണിൻ കൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആയിരുന്നു ചോദ്യമെങ്കിൽ ഏതൊക്കെ വരും? T3യും T4ഉം വരും. T3 അഥവാ ട്രൈ അയഡോ തൈറോണിൻ, T4 അഥവാ ടെട്രാ അയഡോ തൈറോണിൻ അഥവാ തൈറോക്സിൻ. തൈമസ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണ്? തൈമോസിൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ആൻസർ ഓപ്ഷൻ സി, തൈറോയിഡ്. അടുത്ത ചോദ്യം, for the preparation of cod liver oil emulsion, the ratio of oil is to water is to gum required is. ഇതും ഇമൽഷൻസിൻ്റെ ചാപ്റ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മുടെ കേരള PSCയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കോഡ് ലിവർ ഓയിൽ ഉപയോഗിച്ച് നമ്മൾ ഒരു ഇമൽഷൻ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതിൽ ഉപയോഗിക്കേണ്ട ഓയിലിൻ്റെയും വാട്ടറിൻ്റെയും ഗമ്മിൻ്റെയും റേഷ്യോ ആണ്. ഓപ്ഷനിൽ എ 4:2:1, ഓപ്ഷൻ ബി 3:2:1 ആൻഡ് ഓപ്ഷൻ സി 2:2:1 ആൻഡ് ഓപ്ഷൻ ഡി 1:2:1. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് അവിടെ ആദ്യം അറിഞ്ഞിരിക്കണം വെച്ചത് കോഡ് ലിവർ ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സഡ് ഓയിലാണ് അല്ലേ. അപ്പം ഫിക്സഡ് ഓയിലിന്, മിനറൽ ഓയിലിന്, അതേപോലെ തന്നെ വോളറ്റൈൽ ഓയിലിന്, അതേപോലെ തന്നെ ഒലിയോ റസിന്, ഈ 4 ഓയിൽ ഈസ് ടു വാട്ടർ ഈസ് ടു ഗം റേഷ്യോ അറിഞ്ഞു വെച്ചേക്കണം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന കോഡ് ലിവർ ഓയിലാണ്. അപ്പോൾ കോഡ് ലിവർ ഓയിൽ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഓയിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4:2:1 ആയിരുന്നു. ഇനി മിനറൽ ഓയിലാണ് ചോദിച്ചിരുന്നെങ്കിൽ 3:2:1 ആണ് വരിക. ഇനി വോളറ്റൈൽ ഓയിലാണ് ചോദിച്ചിരുന്നെങ്കിൽ 2:2:1 ആണ് വരിക. ഇനി ഒലിയോ റസിനാണ് ചോദിച്ചിരുന്നെങ്കിൽ 1:2:1 വന്നേനെ. So ഇവിടെ for the preparation of cod liver oil, the emulsion, the ratio of oil is to water is to gum എന്ന് പറയുന്നത് എത്രയാണ്? 4:2:1 ആണ്. അതായത് ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ റേഷ്യോയൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഫിക്സഡ് ഓയിലിൻ്റെയും മിനറൽ ഓയിലിൻ്റെയും വോളറ്റൈൽ ഓയിലിൻ്റെയും അതോടൊപ്പം തന്നെ ഒലിയോ റസിൻസിൻ്റെയും ഓയിൽ, ഇത് ഓയിൽ ഈസ് ടു വാട്ടർ ഈസ് ടു ഗം റേഷ്യോ. ഓക്കെ, അടുത്ത ചോദ്യം, willingness to strive for the goals of a particular group is termed as. ഇതിനെന്താണ് വിളിക്കുന്നത്? ഒരു ഗോൾ, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു വില്ലിങ്നെസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? അപ്രൈസൽ, കോൺസ്റ്റിറ്റ്യൂഷൻ, മൊറൈൽ ആൻഡ് ഹാലോ എഫക്റ്റ്. ഇതിനെ മൊറൈൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു നോൺ ഫാർമസി സബ്ജക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി വരും. അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. IR സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന വഴി മോളിക്യൂളിൽ എന്ത് ചേഞ്ച് ആയിരിക്കും വരുന്നതെന്ന്, അതായത് അതിൻ്റെ റൊട്ടേഷണൽ എനർജിയിലായിരിക്കുമോ ചേഞ്ച് ഉണ്ടാവുക, ഇലക്ട്രോണിക് എനർജിയിലായിരിക്കുമോ ചേഞ്ച് വരിക, അതോ സ്പിൻ റിവേഴ്സൽ ഓഫ് ദ ന്യൂക്ലിയയിലായിരിക്കുമോ വ്യത്യാസം വരിക, അതോ വൈബ്രേഷണൽ എനർജിയിലായിരിക്കുമോ വ്യത്യാസം വരിക. നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ തന്നെ എന്താ പറയുന്നത്? അതായത്
ബൈ അബ്സോർപ്ഷൻ ഓഫ് എന്താണ് IR റേഡിയേഷൻ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദി വൈബ്രേഷണൽ എനർജി എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. സോ ഓപ്ഷൻ ഡി വൈബ്രേഷണൽ എനർജി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. IR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് മോളിക്യൂൾസിൻ്റെ വൈബ്രേഷണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോ റെഡ്യൂസബിൾ സബ്സ്റ്റൻസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ. ഓപ്ഷൻസിൽ കണ്ടക്ടോമെട്രി ഉണ്ട്, ഓപ്ഷൻ ബി ആംപിയറോമെട്രി, ആൻഡ് ഓപ്ഷൻ സി പൊട്ടൻഷ്യോമെട്രി, ആൻഡ് ഓപ്ഷൻ ഡി കാലോറിമെട്രി. അതായത് ഇലക്ട്രോ റെഡ്യൂസബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ, അയോണുകൾ ഇപ്പോൾ റെഡ്യൂസബിൾ ആണെങ്കിൽ, ഇലക്ട്രോ റെഡ്യൂസബിൾ ആണെങ്കിൽ അവയെ നമുക്ക് ഏത് മെത്തേഡ് വഴിയാണ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക എന്ന്. അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ആംപിയറോമെട്രി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടെമ്പറേച്ചർ ഷുഡ് ബി മെയിൻറ്റെയിൻ ഡ്യൂറിങ് ദി മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഇതും നമ്മൾ കേരള PSIയിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നടക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഓട്ടോക്ലേവ് എന്നുള്ളത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുവാണെങ്കിൽ എന്താണ്, കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആണ്. ഇവിടുത്തെ ചോദ്യം ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ എ 91 ഡിഗ്രി, ഓപ്ഷൻ ബി 121 ഡിഗ്രി, ഓപ്ഷൻ സി 151 ഡിഗ്രി, ആൻഡ് ഓപ്ഷൻ ഡി 181 ഡിഗ്രി സെൽഷ്യസ്. ഏതായിരിക്കും? 121 ഡിഗ്രി സെൽഷ്യസ് അല്ലേ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ. ഇനി ഇത് തന്നെ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിലോ, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 അവർ അല്ലേ. അതാണ് ഡ്രൈ ഹീറ്റ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് വന്നതിന്, കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ. ഇനി ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഓക്സിഡേഷൻ. ഇവിടെ ചോദിച്ചിരുന്നത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എത്രയായിരുന്നാണ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന് 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് വഴി സ്റ്റെറിലൈസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസും കൂടെ അറിഞ്ഞിരിക്കും. ഇപ്പം ഐ ഡ്രോപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യാറുണ്ട് അല്ലേ. ഐ ഡ്രോപ്സിൻ്റെ സ്റ്റെറിലൈസേഷനിൽ ഓട്ടോക്ലേവിംഗ് വരുന്നുണ്ട്, കൂടാതെ ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡും വരുന്നുണ്ട്, ആൻഡ് ഫിൽട്രേഷൻ ടെക്നിക്സും വരുന്നുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ, ഡീഹൈഡ്രേഷൻ ഓഫ് ആൻ ആൽക്കഹോൾ ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ്. അതായത് ROH എന്ന് പറയുന്ന നമ്മുടെ ആൽക്കഹോൾ മോളിക്യൂളിൽ നിന്നും ഒരു വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്ന പ്രൊഡക്റ്റ്? ഓപ്ഷൻ എ ഈഥർ, ഓപ്ഷൻ ബി എസ്റ്റർ, ഓപ്ഷൻ സി ആൽക്കഹോൾ, ആൻഡ് ഓപ്ഷൻ ഡി ആൽഡിഹൈഡ്. എന്തായിരിക്കും കിട്ടുക? ടെമ്പറേച്ചർ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരും. നമുക്ക് കിട്ടുക ആൽക്കീനും ഒരു ഈഥറുമാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ എന്തുണ്ട്? ഈഥർ ഉണ്ട്. സോ ഈഥർ ആണ് കറക്റ്റ് ആൻസർ. ഒരു ആൽക്കഹോൾ മോളിക്യൂളിൽ നിന്നും ഡീഹൈഡ്രേഷൻ, അതായത് ഒരു വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഈഥർ ആയിരിക്കും കിട്ടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Availability, accessibility and affordability of food to all people at all time is called. Option A food security, option B food sufficiency, option C self sufficiency, and option D sustainability. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഫുഡ് സെക്യൂരിറ്റി ആണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദി സിംബൽ ഓഫ് ദി എലമെന്റ് സീഷ്യം? പീരിയോഡിക് ടേബിളിൽ സീഷ്യം എന്ന് പറയുന്ന എലമെന്റ് എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ സിംബൽ എന്താണെന്നാണ് ചോദ്യം. ഈ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന CM എന്ന് പറയുന്നത് ക്യൂറിയത്തിൻ്റെ സിംബലാണ്. ഓക്കെ, CA നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? കാൽഷ്യമാണ്. CU നമുക്കറിയാം എന്താണ്? കോപ്പറാണ്. അപ്പം ആൻസർ എന്തായിരിക്കും? സീഷ്യത്തിൻ്റെ സിംബൽ എന്താണ്? CS വരും കറക്റ്റ് ആൻസർ. ഇനി കാഡ്മിയം ആണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് വന്നേനെ? CD വന്നേനെ അല്ലേ, കാഡ്മിയം. ഓക്കെ, ഗോൾഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? പീരിയോഡ് ടേബിളിൽ ഓറം AU എന്നുള്ളതിലാണ്. ഓക്കെ, ഇനി മെർക്കുറി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? മെർക്കുറി എല്ലാവർക്കും അറിയാവുന്നതാണ്, കോമൺ ആയിട്ടുള്ളതാണ്. മെർക്കുറി എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? പീരിയോഡ് ടേബിളിൽ HG എന്നുള്ള പേരിലാണ് അല്ലേ. അതൊരു സിൽവർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത്? സിൽവർ AG എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ടതിൻ്റെയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. സോ ഇവിടെ എലമെന്റ് സീഷ്യം എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് പീരിയോഡിക് ടേബിളിൽ? CS എന്നുള്ള പേരിലാണ്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഫിസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇറ്റ്സ് ടോട്ടൽ എനർജി ഏതാന്ന് പറയണം. അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ആണോ, മെക്കാനിക്കൽ എനർജി ആണോ, കെമിക്കൽ എനർജി ആണോ, അതോ തെർമൽ എനർജി ആണോ? എന്തായിരിക്കും? മെക്കാനിക്കൽ എനർജിയാ അല്ലേ? മെക്കാനിക്കൽ എനർജിയുടെ സമ്മാണ് എന്തെന്ന് പറയുന്നത്? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മാണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൂടെ സമ്മാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എനർജി ഡ്യൂ ടു മോഷൻ, ഒരു വസ്തുവിന് ചലിക്കുമ്പോൾ കിട്ടുന്ന എനർജിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതോ എനർജി ഡ്യൂ ടു ഇറ്റ്സ് എന്താണ്? ആ മോഷൻ അല്ലാതെ സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ ആ വസ്തുവിൽ ഉണ്ടാകുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അതിൻ്റെ ഷേപ്പ് കൊണ്ടാകാം, അല്ലെങ്കിൽ അതിരിക്കുന്ന പ്ലേസിൽ നിന്ന് കിട്ടുന്ന എനർജി ആകാം. മൂവിങ് അല്ലാത്ത സമയത്ത് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. മൂവിങ് ഒബ്ജക്ട്സിനുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് എന്ത്? മെക്കാനിക്കൽ എനർജി എന്നറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. സിനോണിം ഫോർ ഇന്ത്യൻ സ്ക്വിൽ. ഫാർമക്കോഗ്നോസിന് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഡ്രഗിന്റെ സിനോണിം ചോദിക്കാറുണ്ട്. സോ സിനോണിം ഫോർ ഇന്ത്യൻ സ്ക്വില്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സി ഓണിയൻ, ഓപ്ഷൻ ബി ആരോ പോയിസൺ, ഓപ്ഷൻ സി യാമ്, ഓപ്ഷൻ ഡി ലിക്കോറൈസ് റൂട്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ സി ഓണിയൻ ആണ് ഇന്ത്യൻ സ്ക്വിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ആരോ പോയിസൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്യുരാരയാണ്. ഓക്കെ, അതും ചോദിച്ചിട്ടുണ്ട്. യാം എന്ന് പറയുന്നത് ഡയസ്കോറിയയുടെ സിനോണിമാണ്. ഓക്കെ, ഈ യാമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം യാമ് ഡയസ്കോറിയ എന്ന് പറഞ്ഞു. ഇതിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഡയോസ്ജെനിൻ. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഡയോസ്ജെനിന്. അതേപോലെ തന്നെ ഇതിൻ്റെ യൂസ് ചോദിച്ചിട്ടുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നും അറിഞ്ഞിരിക്കുക. പിന്നെ അത് കൂടാതെ ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് പ്രൊജസ്ട്രോണ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതേപോലെ തന്നെ മറ്റ് സ്റ്റിറോയിഡ്സിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, യാം അഥവാ ഡയസ്കോറിയ. പിന്നെ ഇതിനകത്തുള്ള ഗ്ലൈക്കോസൈഡ് ഒന്ന് ഓർത്തിരിക്കുക. സാപ്പോനിൻ ഗ്ലൈക്കോസൈഡ് ആണ് ഇതിനകത്തുള്ളത്, സാപ്പോനിൻ ഗ്ലൈക്കോസൈഡ്. പിന്നെ സാപ്പോനിൻ ഗ്ലൈക്കോസൈഡ്സിന്റെ രണ്ട് പ്രധാനപ്പെട്ട ടെസ്റ്റും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഫോം ടെസ്റ്റും മറ്റൊന്ന് ഹീമോലൈസിസ് ടെസ്റ്റും. ഓക്കെ, ഈ യാമിൽ നിന്നുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്ക്വിലിന്റെ സിനോണിം ആയിരുന്നു, അത് സി ഓണിയൻ ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന യാമിന്റെ സിനോണിം ഡയസ്കോറിയ ആണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഡയോസ്ജെനിൻ. സാപ്പോനിൻ ഗ്ലൈക്കോസൈഡ് ആണ്. സാപ്പോനിൻ ഗ്ലൈക്കോസൈഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള രണ്ട് ടെസ്റ്റ് ആണ്, ഫോം ടെസ്റ്റും ഹീമോലൈസിസ് ടെസ്റ്റും. ഇതിന്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ആൾസോ യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, പ്രൊജസ്ട്രോൺസ് ആൻഡ് അതർ സ്റ്റിറോയിഡ്സ്. ഓക്കെ, ആരോ പോയിസൺ എന്നറിയപ്പെടുന്ന ഏതാണ്? ക്യുരാരയാണ്. സി ഓണിയൻ ആണ് ഇന്ത്യൻ സ്ക്വിലിന്റെ സിനോണിം. അതുകൂടാതെ പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മാ ഹുവാങ് എന്നതിന്റെ സിനോണിം എന്നുള്ളത്, അത് എഫിഡ്രയുടെ ആണ്. പിന്നെ അതേപോലെ തന്നെ ഡെവിൾസ് ഡങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രൂഡ് ഡ്രഗ് ഏതാണ്? അത് നമുക്കറിയാം, അസഫോയിറ്റയുടെ ആണ്. പിന്നെ ഹെൻബെയിൻ എന്നറിയപ്പെടുന്നത് ഏതിൻ്റെയാണ്? ഹെൻബെയിൻ എന്തിൻ്റെ സിനോണിമാണ്? അത് ഹയോസ് കയാമസിൻ്റെ സിനോണിമാണ്. അതുപോലെ തന്നെ സെൻറ്റ് ആൻ്റണീസ് ഫയർ എന്നറിയപ്പെടുന്നത് ഇർഗോട്ടാണ്. അപ്പം അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട സിനോണിം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ സി ഓണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മേജർ വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആർ കണ്ടെയ്ൻഡ് ഇൻ സിന്നമൺ? സിന്നമണിനകത്തുള്ള പ്രധാനപ്പെട്ട വോളറ്റൈൽ കോമ്പൗണ്ട് എത്തരത്തിലുള്ളതാണെന്ന്. ഫിനോളിക് കോമ്പൗണ്ട് ആണോ, കീറ്റോൺ കോമ്പൗണ്ട് ആണോ, എസ്റ്റർ കോമ്പൗണ്ട് ആണോ, അതോ ആൽഡിഹൈഡ് കോമ്പൗണ്ട് ആണോ? ഏതാണ്? ആൽഡിഹൈഡ് കോമ്പൗണ്ട് ആണ്. സിന്നമണിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് തന്നെ സിന്നമാൽഡിഹൈഡ് ആണ്. ഓക്കെ, എന്താണ്? സിന്നമാൽഡിഹൈഡ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എന്താണ്, അതൊരു ആൽഡിഹൈഡ് ടൈപ്പ് കോമ്പൗണ്ട് ആണ് സിന്നമണിലുള്ളത്. പിന്നെ പ്രധാനമായിട്ട് സിന്നമണിൽ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ ഫാമിലി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൊറേസിയ ഫാമിലിയിലാണ് എന്ത് വരുന്നത്? സിന്നമൺ വരുന്നത്.
പിന്നെ സിനമണിൻ്റെ ബയോളജിക്കൽ സോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കേരള PSL ചോദിച്ചൊരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിനമണിൻ്റെ ഫാമിലി ബയോളജിക്കൽ സോഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ കോപ്പീസ്ഡ് ട്രീസ് ഓഫ് ദി ഇന്നർ ബാർക്ക് ഓഫ് സിന്നമം സെയിലാനിക്കം നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കോപ്പീസിങ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കോപ്പീസിങ് എന്ന് പറഞ്ഞാൽ? കട്ടിങ് ദി ട്രീസ് ടു ഇറ്റ്സ് ഗ്രൗണ്ട് ലെവലിനെയാണ് നമ്മൾ കോപ്പീസിങ് എന്ന് പറയുന്നത്. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. സോ സിന്നമണിലെ വോളറ്റൈൽ കോമ്പൗണ്ട് എത്തരത്തിലുള്ളതായിരുന്നു ചോദ്യം. അത് ആൽഡിഹൈഡ് കോമ്പൗണ്ട് ആണ്. സിന്നമണിൻ്റെ ഫാമിലി ഒന്ന് അറിഞ്ഞിരിക്കുക, ലൊറേസിയ ഫാമിലിയാണ്. സിന്നമണിൻ്റെ ബയോളജിക്കൽ സോഴ്സിലെ കോപ്പീസ്ഡ് എന്നുള്ള വാക്കൊന്ന് എന്താണെന്നുള്ളത് അറിഞ്ഞു വെക്കുക. അതായത് നമ്മളൊരു ഗ്രൗണ്ട് ലെവലാക്കി എന്ത് ചെയ്യുക, എപ്പോഴും കട്ട് ചെയ്ത് നിർത്തുന്നതിനാണ് കോപ്പീസ്ഡ് എന്ന് പറയുന്നത്. ഇന്നർ ബാർക്കാണ് എടുക്കുന്നത്. സിന്നം ആൽഡിഹൈഡ് ആണ് പ്രധാനപ്പെട്ട കണ്ടന്റ്. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ആൽഡിഹൈഡ്. അടുത്തത് സൈസ് റിഡക്ഷൻ. നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ കുറേ സൈസ് റിഡക്ഷൻ എക്യുപ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ബോൾ മില്ല്, കട്ടർ മില്ല്, ഹാമർ മില്ല്, ഫ്ലൂയിഡ് എനർജി മില്ല്, ബോൾ മില്ല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഹാമർ മില്ല് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ എ കട്ടിങ്. അല്ല, കട്ടിങ് വഴി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സൈസ് റിഡക്ഷൻ എക്യുപ്മെൻ്റ് ആണ് റോളർ കട്ടർ മില്ലുണ്ട്. റോളർ കട്ടർ മിൽ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കട്ടിങ് ആണ്. ഓക്കെ, ഇമ്പാക്റ്റ് ആണ് ഹാമർ മില്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി അട്രീഷൻ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. ഇമ്പാക്റ്റും ഈ നമ്മൾ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന ഇമ്പാക്റ്റും അട്രീഷനും വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള രണ്ട് സൈസ് റിഡക്ഷൻ എക്യുപ്മെൻ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്ന് ബോൾ മില്ലും മറ്റൊന്ന് ഫ്ലൂയിഡ് എനർജി മില്ലും. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫ്ലൂയിഡ് എനർജി മിൽ. ഓക്കെ, ബോൾ മിൽ ആൻഡ് ഫ്ലൂയിഡ് എനർജി മിൽ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷൻ. ഹാമർ മിൽ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇമ്പാക്റ്റ് ആൻഡ് റോളർ കട്ടർ മിൽ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്? കട്ടിങ് ആണ്. ഓക്കെ, അടുത്ത 19ാമത്തെ ചോദ്യം. The rule 134 of drug and cosmetic rule stipulates that no cosmetic shall be imported which contain a coal tar color other than one prescribed in the schedule. കുറച്ചൊന്ന് എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഷെഡ്യൂൾ പഠിക്കുമ്പം ലിസ്റ്റ് ഓഫ് കോൾ ടാർസ് അല്ലെങ്കിൽ ഡൈസ്, നമ്മൾ ഡ്രഗ്സിൽ യൂസ് ചെയ്യേണ്ട ഈ ഡൈസ് കോൾട്ടാസിൻ്റെ ഒക്കെ അളവ് അതിൻ്റെ സ്റ്റാൻഡേർഡ് പറയുന്ന ഷെഡ്യൂൾ ഏതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഷെഡ്യൂൾ Q അല്ലേ പഠിച്ചിരിക്കുന്നത്. അതൊന്ന് വളഞ്ഞു ചുറ്റി ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ തന്നെ ഈ കോൾട്ടാറുമായിട്ട് അല്ലെങ്കിൽ ഡൈസ് യൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ Qയിലാണ്. ഷെഡ്യൂൾ M നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആണ്, GMP ആണ്. N എന്താണ്? മിനിമം എക്യുപ്മെൻറ്റ്സ് നീഡഡ് ഫോർ ദി എഫക്റ്റീവ് റണ്ണിങ് ഓഫ് എ ഫാർമസി. അതാണ് നമ്മൾ എന്ത് പഠിച്ചിരിക്കുന്നത്? ഷെഡ്യൂൾ N ആയിട്ട് പഠിച്ചിരിക്കുന്നത്. ആൻഡ് ഷെഡ്യൂൾ C ആൻഡ് C1 എന്താ പഠിച്ചിരിക്കുന്നത്? ബയോളജിക്സ് ആൻഡ് പാരന്റൽ പ്രിപ്പറേഷൻസ് ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഷെഡ്യൂൾ Q, ഓപ്ഷൻ A. അടുത്ത ചോദ്യം. ഡ്രഗ് വിച്ച് ആർ ഹാവിങ് ഹൈ സോലുബിലിറ്റി ആൻഡ് ലോ പെർമിയബിലിറ്റി ആർ കാൾഡ് അസ്. ഇത് നമുക്ക് ബയോഫാർമസ്യൂട്ടിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം BCS ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഡ്രഗ്സിനെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി സോലുബിലിറ്റിയും പെർമിയബിലിറ്റിയുടെയും ബേസിലാണ് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. സോലുബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റിയുടെ ബേസിലാണ് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഈ ക്ലാസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? ഹൈ സോലുബിലിറ്റിയും ഹൈ ആയിരിക്കും, പെർമിയബിലിറ്റി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, ക്ലാസ് 4 എന്ന് പറയുമ്പം സോലുബിലിറ്റിയും ലെസ് ആയിരിക്കും, പെർമിയബിലിറ്റിയും ലെസ് ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൈ സോലുബിലിറ്റി ആൻഡ് ലോ പെർമിയബിലിറ്റി. അത് വരുന്നത് ഹൈ സോലുബിലിറ്റി ആൻഡ് ലോ പെർമിയബിലിറ്റി വരുന്നത് ഏതിനാണ്? ക്ലാസ് 3ക്കാണ്. ഓപ്ഷൻ C വരും കറക്റ്റ് ആൻസർ. അപ്പോൾ ക്ലാസ് 2 എന്തായിരിക്കും? ലോ സോലുബിലിറ്റി ആൻഡ് ഹൈ പെർമിയബിലിറ്റി. ഇത് നമ്മൾ എന്താണ്? ഇത് നമ്മൾ BCS ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. BCS ക്ലാസിഫിക്കേഷൻ ആദ്യം അറിഞ്ഞിരിക്കുക. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4.
അതായത് സോലുബിലിറ്റിയും പെർമിയബിലിറ്റിൻ്റെയും ബേസിലാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ് 1-നകത്ത് സോലുബിലിറ്റിയും ഹൈ ആയിരിക്കും, പെർമിയബിലിറ്റിയും ഹൈ ആയിരിക്കും. ക്ലാസ് 4-നകത്ത് സോലുബിലിറ്റിയും കുറവ്, പെർമിയബിലിറ്റിയും കുറവുള്ള ഡ്രഗ് ആയിരിക്കും. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈ സോലുബിലിറ്റി ആൻഡ് ലോ പെർമിയബിലിറ്റി ആണ്. ഹൈ സോലുബിലിറ്റിയും ലോ പെർമിയബിലിറ്റി ഉള്ളത് ക്ലാസ് 3 ഡ്രഗ്സുകൾക്കാണ്. ഇനി ക്ലാസ് 2 ആയിരുന്നെങ്കിലോ ലോ സോലുബിലിറ്റി ആൻഡ് ഹൈ പെർമിയബിലിറ്റി. പിന്നെ ഇതിലെ ഡ്രഗ്സും കൂടെ ഇതിൽ വരുന്ന ഈ ക്ലാസ് 1-ലും 2-ലും 3-ലും 4-ലൊക്കെ വരുന്ന ഡ്രഗ്സും ഒന്ന് പ്രധാനപ്പെട്ട തന്നെയാണ്. ഈ ക്ലാസ് 1 ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ് ഈ ക്ലാസ് 1 ഡ്രഗിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മുടെ പ്രൊപ്രനലോള്. ഇപ്പം ഈ പ്രാവശ്യം ഇപ്പം കഴിഞ്ഞ എക്സാമിന് ക്ലാസ് 1 ഹൈ സോലുബിലിറ്റി ഏതാ ലോ പെർമിയബിലിറ്റി ഏതാണ് ചോദിച്ചത്. ഈ അടുത്ത എക്സാമിന് ഇതിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരുന്നെങ്കിലോ അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിരിക്കണം. ക്ലാസ് 1 ഡ്രഗിന് എക്സാമ്പിളാണ് പ്രൊപ്രനോളും വരുന്നുണ്ട്, മെറ്റപ്രൊലോളും വരുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രൊപ്രനോളും മെറ്റപ്രൊലോളും ക്ലാസ് 1-ന് എക്സാമ്പിളാണ്. ക്ലാസ് 4 ഡ്രഗിന് എക്സാമ്പിളാണ് ടാക്സോൾസ്. ടാക്സോൾ കാറ്റഗറി വരുന്നതെല്ലാം ക്ലാസ് 4-ന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ക്ലാസ് 2 ഡ്രഗിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് നമ്മുടെ ഫെനിറ്റോയിൻ. ഒന്നല്ല, ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. കുറച്ച് ഒരു പ്രധാനപ്പെട്ട ഡ്രഗ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ക്ലാസ് 2 ഡ്രഗിന് എക്സാമ്പിൾ ഫെനിറ്റോയിൻ വരുന്നുണ്ട്. നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയ ക്ലാസ് 3 ഡ്രഗിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് സിമെറ്റിഡീൻ. ഓക്കെ, സോ BCS ക്ലാസിഫിക്കേഷൻ പ്രകാരം class 1, class 2, class 3 and class 4. So the drugs which having high solubility and low permeability are class 3 drugs. Example cimetidine. அடுத்த question, lecithin is an example for option phenolic type antioxidant, amine type of antioxidant, quinoline type of antioxidant and option D organic acid, alcohol and ester. So lecithin എന്ന് പറയുന്നത് ഒരു amine type antioxidant എക്സാമ്പിൾ ആണ്. Okay, lecithin is an example of amine type of antioxidant. ഈ phenolic type of antioxidants എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് BHT. എന്താ BHT? ബ്യൂട്ടൈൽ ഹൈഡ്രോക്സി ടുലുവിൻ, ബീറ്റൈൽ ഹൈഡ്രോക്സി അനിസോൾ എന്നീ കോമ്പൗണ്ടുകളൊക്കെ ഫീനോളിക് ടൈപ്പ് ആൻറ്റി ഓക്സിഡൻ്റാണ്. നമ്മളോട് ചോദിച്ചിരുന്നത് ലെക്കിത്തിൻ ഏതാണെന്നാണ്. ലെക്കിത്തിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അമീൻ ടൈപ്പ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സത്പുര നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഇത് ജനറൽ നോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര ആൻഡ് ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഇതിന്റെ കറക്റ്റ് ആൻസർ മധ്യപ്രദേശ് ആണ്. ഓപ്ഷൻ ഡി വരും. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദി ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1914 ആൻഡ് റൂൾ 1945. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് വന്ന വർഷവും റൂൾ വന്ന വർഷവും ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപ്രകാരം ഇൻസുലിൻ പ്രിപ്പറേഷൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന്, ഏത് ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബിലോ 1 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 2 to 8, ഓപ്ഷൻ സി 9 to 25 ആൻഡ് ഓപ്ഷൻ ഡി എബവ് 25 ഡിഗ്രി സെൽഷ്യസ്. ഏതായിരിക്കും? എല്ലാവർക്കും അറിയാം 2 to 8 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഇൻസുലിൻ പ്രിപ്പറേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇൻസുലിൻ്റെ റൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? സബ്ക്യൂട്ടേനിയസ് റൂട്ടാണ്. ഓക്കെ, ഇൻസുലിൻ സബ്ക്യൂട്ടേനിയസ് റൂട്ടിലാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂൾ പ്രകാരം സ്റ്റോറേജ് ടെമ്പറേച്ചർ 2 to 8 ആണ്. ഈ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിലെ ഏത് ഷെഡ്യൂളിനകത്താണ് നമ്മൾ ഈ ഡ്രഗ്സിൻ്റെ സ്റ്റോറേജ് കണ്ടീഷനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ്? അത് ഷെഡ്യൂൾ പി ആണ്. മുമ്പ് നമ്മൾ ഷെഡ്യൂൾ ക്യൂ ഡിസ്കസ് ചെയ്തില്ലേ? അതായത് കോൾട്ടാസിനെ കുറിച്ചൊക്കെ പറയുന്നത് ഷെഡ്യൂൾ ക്യൂയിലാന്ന് പറഞ്ഞു. എമ്മിൽ നമ്മൾ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞു. എന്നിൽ ലിസ്റ്റ് ഓഫ് മിനിമം എക്യുപ്മെന്റ്സ് നീഡഡ് ഫോർ ദ എഫക്റ്റീവ് റണ്ണിങ് ഓഫ് എ ഫാർമസി ആണെന്ന് പറഞ്ഞു. ഷെഡ്യൂൾ പി ആണ് നമ്മൾ ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്സ് കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോറേജ് കണ്ടീഷനെ കുറിച്ച് പറയുന്നത്. ആൻഡ് P1 എന്താ പറയുന്നത്? അത് പാക്ക് സൈസ് ഓഫ് ദ ഡ്രഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഷെഡ്യൂൾ P1-ലാണ്. അടുത്തത്, സ്മോൾ പോക്സ് വാക്സിൻ എന്ത് ടൈപ്പ് വാക്സിൻ ആണെന്ന് പറയണം. ഓപ്ഷൻ എ വൈറൽ വാക്സിൻ, ഓപ്ഷൻ ബി ബാക്ടീരിയൽ വാക്സിൻ, ഓപ്ഷൻ സി ടോക്സോയിഡ് ആൻഡ് ഓപ്ഷൻ ഡി ആൻറ്റി സെറം. സ്മോൾ പോക്സ് വാക്സിൻ എന്താണ്? വൈറൽ വാക്സിൻ അല്ലേ? ഓപ്ഷൻ എ ആണ്. ഇനി BCG ആയിരുന്നെങ്കിൽ എന്താണത്? ബാക്ടീരിയൽ വാക്സിൻ ആണ് അല്ലേ? മൈക്കോ ബാക്ടീരിയം ബോവിസിൽ നിന്ന് എടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ സ്മോൾ പോക്സ് വാക്സിൻ എന്താണ്? വൈറൽ വാക്സിൻ ആണ്. ഓപ്ഷൻ എ. സിമ്പിൾ ചോദ്യമാണിത്. അടുത്ത ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്. ബഫേഴ്സ് ആർ ആഡഡ് ഇൻ എ സ്റ്റെറൈൽ പ്രിപ്പറേഷൻ ടു മെയിൻറ്റെയിൻ.
നമ്മൾ എന്തിനാ ബഫേഴ്സ് ആഡ് ചെയ്യുന്നത്? ബഫേഴ്സ് ആഡ് ചെയ്യുന്ന വഴി അവിടെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? pH ആണോ, അതോ വിസ്കോസിറ്റി ആണോ, ഐസോടോണിസിറ്റി ആണോ, അതോ സ്റ്റെറിലിറ്റി ആണോ? നമുക്ക് സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ? പിന്നെ വിസ്കോസിറ്റി ഇതാക്കാൻ വേണ്ടി നമുക്ക് വിസ്കോസിറ്റി മോഡിഫയിങ് ഏജൻസ് ഉണ്ട്. ഐസോടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഐസോടോണിസിറ്റി അഡ്ജസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ബഫേഴ്സ് ആഡ് ചെയ്യുന്നത് പിന്നെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്? pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബഫേഴ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ്, സിട്രേറ്റ്, ഫോസ്ഫേറ്റ് ഒക്കെ ബഫേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. സോ ബഫേഴ്സ് ആഡ് ചെയ്ത് നമ്മൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? pH ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ ബേസോ വന്ന് ആഡ് ചെയ്താലും ആ ചേഞ്ചസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിവുള്ള സൊല്യൂഷൻസ് ആണ് ബഫേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ്പിരിൻ ഷുഡ് ബി യൂസ്ഡ് വിത്ത് കോഷൻ ഇൻ. ആസ്പിരിൻ ഈ പറഞ്ഞ അസുഖങ്ങളിൽ ഏത് ആൾക്കാർക്ക് ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചൊന്ന് കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ലെങ്കിൽ കോഷ്യസ് ആവേണ്ടത് എപ്പോഴാണെന്നത്? ഏത് അസുഖക്കാരിലാണെന്ന്? ഓപ്ഷൻ എ ഫീവർ അല്ല, ഓപ്ഷൻ ബി ടാക്കിക്കാർഡിയ, ഓപ്ഷൻ സി ഹെഡ് ഏക്ക് ആൻഡ് ഓപ്ഷൻ ഡി ആസ്മ. ഏതായിരിക്കും ആൻസർ? ആസ്മ പേഷ്യൻസിൽ നമ്മൾ ആസ്പിരിൻ എന്താണ് കോഷ്യസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് കുറച്ച് സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും ആസ്പിരിനോട്. അപ്പം അതുകൊണ്ട് തന്നെ ബ്രോങ്കോസ്പാസം വരാനും അത് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആസ്പിരിൻ ഷുഡ് ബി യൂസ്ഡ് കോഷ്യസ് ഇൻ ആസ്മ പേഷ്യൻസ്. ആസ്പിരിൻ ഉണ്ടാക്കുന്ന കുട്ടികളിൽ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? റെയിൻസ് സിൻഡ്രോം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ആസ്പിരിൻ 12 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല? കൊടുക്കാറില്ല. അതിന് കാരണം എന്തുണ്ടാകും? റെയിൻസ് സിൻഡ്രോം ഉണ്ടാകും. പിന്നെ ആസ്പിരിന് വേറെ കുറച്ച് പ്രത്യേകതകളുണ്ട്. നമുക്ക് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗിലാണ് നമ്മൾ ആസ്പിരിൻ പഠിക്കുന്നത്. എല്ലാ NSAIDകളും കോക്സ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് റിവേഴ്സിബിളി. പക്ഷേ ആസ്പിരിൻ എങ്ങനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഇറിവേഴ്സിബിൾ ആയിട്ടാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന് എന്ത് ആക്ഷൻ ഉണ്ട്? ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്പിരിൻ എന്ത് ആക്ഷൻ ഉണ്ട്? ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ത്രോംബോക്സിൻ A2, അതും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ആസ്പിരിൻ ഷുഡ് ബി യൂസ്ഡ് കോഷ്യസ് ഇൻ ആസ്മ പേഷ്യൻറ്റ്. It irreversibly inhibit the COX enzyme, it inhibit the thromboxane A2 enzyme and thereby performing antiplatelet action, and it is contraindicated in children below 12 years due to the Rein syndrome. Type 3 of the drug master file gives information about regulatory affairs എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ എ പാക്കേജിംഗ് മെറ്റീരിയൽ, ഓപ്ഷൻ ബി എക്സിപ്പിയൻസ്, ഓപ്ഷൻ സി ഡ്രഗ് സബ്സ്റ്റൻസ്, ഓപ്ഷൻ ഡി പേഴ്സണൽ ആൻഡ് ഫെസിലിറ്റീസ്. ഈ ഡ്രഗ് മാസ്റ്റർ ഫയലിലെ ടൈപ്സിൽ നിന്നാണ് ചോദ്യം. ടൈപ്പ് 3 എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്നായിരുന്നു ചോദ്യം വന്നിരിക്കുന്നത്. ഇതിൽ അത് നമുക്ക് ടൈപ്പ് ഈ പേഴ്സണൽ ആൻഡ് ഫെസിലിറ്റീസ് ആണ് ടൈപ്പ് 1 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്പ് അങ്ങ് ആദ്യം പഠിച്ചങ്ങ് വെക്കാം. ടൈപ്പ് 1 പേഴ്സണൽ ആൻഡ് ഫെസിലിറ്റീസ് ടൈപ്പ് 1 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് 3 ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് ടൈപ്പ് 2 നമുക്ക് ഡ്രഗ് സബ്സ്റ്റൻസുകളെ കുറിച്ച് പറയുന്നത്. ടൈപ്പ് 2 ഡ്രഗ് സബ്സ്റ്റൻസ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ്സ് ഒക്കെ ടൈപ്പ് 2 ടൈപ്പ് 3 ആണ് പാക്കേജിങ് മെറ്റീരിയൽ ആൻഡ് ടൈപ്പ് 4 എക്സിപ്പിയൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പം ടൈപ്പ് 3 പാക്കേജിങ് മെറ്റീരിയൽ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ ബാക്കിയും കൂടെ നിറഞ്ഞു വെക്കുക. പേഴ്സണൽ ആൻഡ് ഫെസിലിറ്റീസ് ടൈപ്പ് 1, ഡ്രഗ് സബ്സ്റ്റൻസ് ഇൻ്റർമീഡിയറ്റ്സ് ഒക്കെ ടൈപ്പ് 2, ടൈപ്പ് 3 പാക്കേജിംഗ് മെറ്റീരിയൽ ആൻഡ് ടൈപ്പ് 4 എക്സിപ്പിയൻസ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് എ ബേസ് ടു ഗിവ് എ സോൾട്ട് ആൻഡ് വാട്ടർ ഈസ് നോൺ ആസ് വിച്ച് റിയാക്ഷൻ? ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? സോൾട്ടും വാട്ടറും തമ്മിൽ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് ആൻഡ് വാട്ടർ ഫോം ചെയ്യുന്ന എന്ത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് അല്ലേ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഡബിൾ ഡീകമ്പോസിഷൻ, കമ്പഷൻ, ന്യൂക്ലിയോഫിലിക്. അല്ല, സോൾട്ട് വാട്ടർ ഫോം ചെയ്യുക, ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് സോൾട്ട് ആൻഡ് വാട്ടർ ഫോം ചെയ്യുന്നത്. അത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു സിമ്പിൾ ചോദ്യമാണ്, ഫാർമകോഗ്നോസി എന്നുള്ളതാണ്. സോഴ്സ് ഓഫ് വിൻക്രിസ്റ്റിനോ വിൻബ്ലാസ്റ്റിനോ എല്ലാത്തിൻ്റെയും സോഴ്സ് ഏതാണെന്നാണ് ചോദ്യം.
കാത്തറാന്തസ് റോസിയസ് ഉണ്ട്, പ്യുനിക്ക ഗ്രാൻഡോ ഉണ്ട്, റിസിനസ് കമ്മ്യൂണിസ് ഉണ്ട്, സൊലാനം പനിക്കുലാറ്റോ ഉണ്ട്. ഈസിയാണ്. ഏതായിരിക്കും? കാത്തറാന്തസ് റോസിയസ് അല്ലേ. പെരിവിങ്കിൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന വിങ്ക അല്ലേ, പെരിവിങ്കിൾ നമ്മൾ അറിയപ്പെടുന്ന വിങ്കയുടെ സോഴ്സ് ആയിരുന്നു ചോദ്യം. കാത്തറാന്തസ് റോസിയസ് ആണ്. ഫാമിലി എന്താണ്? അപ്പോസൈനേസിയ ഫാമിലിയിലാണ് വരുന്നത്. യൂസ് നമുക്കറിയാം എന്താണ്? ആന്റി ട്യൂമർ പ്രോപ്പർട്ടി ഉള്ളതാണ് അല്ലേ. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റേഡിയേഷൻ ഒബ്റ്റെയിൻ ഫ്രം റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്? റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ടിൽ നിന്നും എമിറ്റ് ചെയ്യാത്ത റേഡിയേഷൻ ഏത്? ആൽഫ റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടുന്നതാണ്, ബീറ്റ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ്, ഗാമയുണ്ട്, കൂടാതെ എക്സ്റേസ് ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു റേഡിയേഷൻ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ടിൽ എമിറ്റ് ചെയ്യുന്നതല്ല. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ആൽഫ, ബീറ്റ, ഗാമ, എക്സ്റേ, ന്യൂട്രോൺ ഒക്കെ ഉണ്ട്. ഇനി ഇതിൽ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ ഏതിനാന്നുള്ളത്. ഏതാണ്? ഗാമ റേഡിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം നോട്ട് എ റേഡിയേഷൻ ഒബ്റ്റെയിൻ ഫ്രം റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്, അത് എപ്സിലോൺ ആണ്. അടുത്ത ചോദ്യം, the equation involved in the quantum mechanic approach to the molecular modeling is. ഈ മോളിക്കുലർ മോഡലിംഗിൽ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻവോൾവ് ചെയ്ത ഇക്വേഷൻ ഏതാണെന്ന്. ഓപ്ഷൻ എ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, ഓപ്ഷൻ ബി അറീനിയസ് ഇക്വേഷൻ, ഓപ്ഷൻ സി ബോൾസ്മാൻ ഇക്വേഷൻ ആൻഡ് ഓപ്ഷൻ ഡി നേൺസ്റ്റ് ഇക്വേഷൻ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആണ് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് അല്ലെങ്കിൽ മോളിക്കുലർ മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ, അതായത് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണെന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണെന്ത്? ഈ അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബോൾസ്മാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പി എൻട്രോപ്പി ഒക്കെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൗണിയൻ മോഷൻ ഈസ് ഒബ്സർവ്ഡ് ഇഫ് ദ പാർട്ടിക്കിൾ സൈസ് ഈസ് റെഡ്യൂസ്ഡ് ടു. ആദ്യം എന്താണ് ബ്രൗണിയൻ മോഷൻ എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്? സിക്സാഗ് അല്ലെങ്കിൽ റാപ്പിഡ് മൂവ്മെന്റ് ഓഫ് ദി സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഇൻ എ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് ടൈൻഡാൽ എഫക്റ്റ്. രണ്ടും കൂടെ മാറിപ്പോരുത്. സിക്സാഗ് മൂവ്മെന്റ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് ഡ്യൂ ടു ദി ബ്രൗണിയൻ മോഷൻ ആൻഡ് ലൈറ്റ് സ്കാറ്ററിങ്ങിന് കാരണം എന്താണ്? ടൈൻഡാൽ എഫക്റ്റ് ആണ്. ഇവിടെ ചോദ്യം, ഈ ബ്രൗണിയൻ മോഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഏത് മൈക്രോൺസിൽ എത്തിയിരിക്കണം എന്ന്. ഓപ്ഷനിൽ 2 മൈക്രോൺസ്, ഓപ്ഷൻ ബി 4 മൈക്രോൺസ്, ഓപ്ഷൻ സി 6 മൈക്രോൺസ് ആൻഡ് ഓപ്ഷൻ ഡി 8 മൈക്രോൺസ്. ഇതിന്റെ കറക്റ്റ് ആൻസർ 2 മൈക്രോൺസ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ടു ഡിറ്റക്ട് ദ ഡിഫറൻസ് എക്സിസ്റ്റിംഗ് ഇൻ ബിറ്റ്വീൻ 2 or more സാമ്പിൾ. അതായത് രണ്ടിൽ കൂടുതലോ സാമ്പിളുകൾക്കിടയിലുള്ള ഡിഫറൻസ് കാണുവാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ വെച്ചിട്ടാണ് അത് അനലൈസ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൈ സ്ക്വയർ ടെസ്റ്റ് ഉണ്ട്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് എറർ, ഓപ്ഷൻ സി അനോവ ആൻഡ് ഓപ്ഷൻ ഡി അരിത്മെറ്റിക് മീൻ. അനോവ എന്ന് പറയുന്ന ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രണ്ടിൽ കൂടുതലോ സാമ്പിളുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് ചെയ്യുന്നത്. ഈ അനോവയുടെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കുക. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അനാലിസിസ് ഓഫ് വേരിയൻസ്. ഈ കൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അതായത് ഒരു കണ്ടിൻജൻസി ടേബിളിൽ ഒരു ലാർജ് സാമ്പിൾ ഗ്രൂപ്പ് ഉണ്ട്, അത് തമ്മിലുള്ള ഡിഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റ് എടുക്കുന്നത്. കണ്ടിൻജൻസി ടേബിളിൻ്റെ എന്ത് ചെയ്യാനായിട്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൈ സ്ക്വയർ ടെസ്റ്റ്. ലാർജ് സാമ്പിൾ സൈസും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യും. രണ്ടിൽ കൂടുതലോ സാമ്പിളുകൾ ഉണ്ടെങ്കിൽ അവയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നപ്പോഴും അനോവ ആയിരിക്കും. അനാലിസിസ് ഓഫ് വേരിയൻസ്, അതാണ് അനോവ. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ് ദി മ്യൂട്ടേഷൻ തിയറി? മ്യൂട്ടേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വോൺ ബെയർ, ഓപ്ഷൻ ബി എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ സി കാമിലോ ഗോൾഗി
ആൻഡ് ഓപ്ഷൻ ഡി ഹ്യൂഗോ ഡി വ്രീസ്. ഹ്യൂഗോ ഡി വ്രീസ് ആണ് മ്യൂട്ടേഷൻ തിയറിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഈ എഡ്വേർഡ് ജെന്നറിനാണ് നമ്മുടെ സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആണ് എഡ്വേർഡ് ജെന്നർ. കാമിലോ ഗോൾഗി ആണ് ഗോൾഗി അപ്പാരറ്റസ് ഡിസ്കവർ ചെയ്ത ശാസ്ത്രജ്ഞനാണ് കാമിലോ ഗോൾഗി. ആൻഡ് വോൺ ബെയറിനെ നമ്മൾ ഫാദർ ഓഫ് എംബ്രിയോളജി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് എംബ്രിയോളജി. നമ്മുടെ മമേലിയൻ ഓവം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വോൺ ബെയർ. മമേലിയൻ ഓവം. ഓക്കെ, മമേലിയൻ ഓവം കണ്ടുപിടിച്ചതാണ് വോൺ ബെയർ. സോ ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് എംബ്രിയോളജി. എഡ്വേർഡ് ജെന്നർ ആണ് വാക്സിൻ, സ്മോൾ പോക്സ് വാക്സിൻ്റെ ഡിസ്കവറിക്ക് പിന്നിൽ. കാമിലോ ഗോൾഗി ആണ് ഗോൾഗി അപ്പാരറ്റസിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ. ആൻഡ് മ്യൂട്ടേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ശാസ്ത്രജ്ഞൻ ഹ്യൂഗോ ഡി വ്രീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിക്വിഡ് മെമ്പറൈൻ സിസ്റ്റം ഈസ് ആൾസോ നോൺ ആസ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ മൾട്ടിപ്പിൾ ഇമൽഷൻ, ഓപ്ഷൻ ബി നാനോ ക്യാപ്സ്യൂൾ, ഓപ്ഷൻ സി അക്വാസോംസ് ആൻഡ് ഓപ്ഷൻ ഡി വൈറോസോംസ്. മൾട്ടിപ്പിൾ ഇമൽഷനുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലിക്വിഡ് മെമ്പറൈൻ സിസ്റ്റം എന്നുള്ളത്. അതായത് നമ്മുടെ ഓയിൽ ഇൻ വാട്ടർ ഇൻ ഓയിൽ അല്ലെങ്കിൽ വാട്ടർ ഇൻ ഓയിൽ ഇൻ വാട്ടർ, ഇതാണ് മൾട്ടിപ്പിൾ ഇമൽഷൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ലിക്വിഡ് മെമ്പറൈൻ സിസ്റ്റം. അതേപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൾഡ് ക്രീമും അതേപോലെ തന്നെ വാനിഷിംഗ് ക്രീമും ഏത് ടൈപ്പ് ഇമൽഷൻസിൽ വരുന്നതാണ്? കോൾഡ് ക്രീമും വാനിഷിംഗ് ക്രീമും. കോൾഡ് ക്രീം എന്ന് പറയുമ്പോൾ ഏതാണ്? വാട്ടറിങ് ഓയിലാണ്. വാനിഷിംഗ് ക്രീം നേരെ തിരിച്ചെന്താണ്? ഓയിലിംഗ് വാട്ടർ ടൈപ്പ് ഇമൽഷനുമാണ്. ഓക്കെ, ഈ കോൾഡ് ക്രീമിനെ വിളിക്കുന്ന മറ്റൊരു പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം, ബീസ്വാക്സ് ബൊറാക്സ് ഇമൽഷൻ എന്നും പേരുന്നുണ്ട്. ഇതാണ് ബീസ്വാക്സ് ബൊറാക്സ് ഇമൽഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എന്തിനാണ്? കോൾഡ് ക്രീമിനെയാണ്. അതും എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ ഇമൽഷനാണ് ലിക്വിഡ് മെമ്പറൈൻ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഇമൽഷനാണ് വാട്ടർ ഇൻ ഓയിലും ഓയിൽ ഇൻ വാട്ടറും. കോൾഡ് ക്രീം വാട്ടർ ഇൻ ഓയിലാണ്, വാനിഷിംഗ് ക്രീം ഓയിൽ ഇൻ വാട്ടർ ആണ്. കോൾഡ് ക്രീമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബീസ്വാക്സ് ബൊറാക്സ് ഇമൽഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, CMC സെക്ഷൻ, അതായത് കെമിസ്ട്രി മാനുഫാക്ചറിംഗ് കൺട്രോൾ സെക്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ ഷുഡ് ബി ബൗണ്ടിങ് green press border binder, orange press border binder, red polyethylene binder, black press board binder. ഇതും റെഗുലേറ്ററി അഫയേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗ്രീൻ പ്രസ് ബോർഡർ ബൈൻഡിൽ വേണം ഇത് ബൗണ്ട് ചെയ്യാനായിട്ട്. ഈ IND അതായത് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കെമിസ്ട്രി മാനുഫാക്ചറിങ് കൺട്രോളൊക്കെ ഏത് ഇതിലാണ് നമ്മൾ ബൗണ്ട് ചെയ്ത് വെക്കേണ്ടത്? ഗ്രീൻ പ്രസ് ബോർഡ് ബൈൻഡറിലായിരിക്കണം. ബ്ലാക്ക് ഇങ്ക് വേണം യൂസ് ചെയ്യാനും, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. Calamine lotion is an example of option liquid phase mixing, soluble solid liquid phase mixing, liquid gas phase mixing and option D solid liquid phase of mixing. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. സോളിഡ് ലിക്വിഡ് ഫേസ് ഓഫ് മിക്സിംഗിൽ വരുന്നതാണ് കലാമിൻ ലോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സോലിബിൾ സോളിഡ് ലിക്വിഡ് ഫേസിംഗ് എന്ന് പറയുമ്പോൾ അത് സൊല്യൂഷൻ ആകും. ലിക്വിഡ് ഫേസ് മിക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്തായാലും ഇമൽഷൻ ആകും. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? സോളിഡ് ലിക്വിഡ് ഫേസ് ഓഫ് മിക്സിംഗ്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ദി ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1914 ആൻഡ് റൂൾ 1945 ഷെഡ്യൂൾ എ എന്താണ് നമ്മൾ പറയുന്നത്? ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് അല്ലേ? എയിൽ പറയുന്നത് ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആയുർവേദ, സിദ്ധ, യുനാനിയൊക്കെ തുടങ്ങാനായിട്ട് ആവശ്യമായിട്ടുള്ള ലൈസൻസ് കിട്ടാനായിട്ട് ഏത് ആപ്ലിക്കേഷൻ ഫോമിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആപ്ലിക്കേഷൻ ഫോം വേണം സബ്മിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ചോദ്യം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ നമ്പറാണ് ചോദ്യം. 24A, 24B, 24C ആൻഡ് 24D. ഏതാണ് കറക്റ്റ് ആൻസർ? 24D ആണ് കറക്റ്റ് ആൻസർ. 24D ആപ്ലിക്കേഷൻ ഫോമിൽ വേണം ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനിക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിഥാനോലൈറ്റ്സ് ആർ ദി സ്റ്റിറോയിഡൽ ലാക്ടോൺസ് പ്രസന്റ് ഇൻ. വിഥാനോലൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡൽ ലാക്ടോൺസ് ആണ്. ഇത് ഏത് ക്രൂഡ് ഡ്രഗിലാണ് കാണാൻ കഴിയുന്നത്? ഓപ്ഷൻ എ കൽമക്, ഓപ്ഷൻ ബി ഡയസ്കോറിയ, ഓപ്ഷൻ സി അശ്വഗന്ധ ആൻഡ് ഓപ്ഷൻ ഡി ഗ്ലൈക്കറൈസ. അശ്വഗന്ധയിലെ കണ്ടന്റ് ആണ് വിഥാനോലൈറ്റ്സ്. ഓക്കെ,
വിഥാനിയ സോംനിഫറ എന്ന് പറയുന്നത് ഇതിൻ്റെയാണ് അശ്വഗന്ധയുടെ ബയോളജിക്കൽ സോഴ്സ് ആയിട്ടാണ് പഠിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് വിഥാനോലൈറ്റ്സ്. ഇതിൻ്റെ ഫാമിലിയും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, സൊള്ളനേസിയാണ്. സൊള്ളനേസിയ ഫാമിലിയിലാണ് അശ്വഗന്ധ വരുന്നത്. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അശ്വഗന്ധയ്ക്ക് ഇമ്മ്യൂണോ മോഡുലേറ്ററി എഫക്റ്റ് ഒക്കെ ഉള്ളൊരു ഡ്രഗാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സ്റ്റൊമക് ദ സ്റ്റിമുലേഷൻ ഓഫ് വാഗസ് ദാറ്റ് ഇൻക്രീസ് ദ ഗ്യാസ്ട്രിക് ആസിഡ് ഈസ് ഡ്യൂ ടു അതിലൊരു ഓപ്ഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇൻ സ്റ്റൊമക് ദ സ്റ്റിമുലേഷൻ ഓഫ് വാഗസ് ഇൻക്രീസ് ഗ്യാസ്ട്രിക് ആസിഡ് ഡ്യൂ ടു, അതായത് വാഗസ് നെർവിലൂടെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ നമ്മുടെ സ്റ്റൊമക്കിൽ കൂടുന്നത് ഏത് റിസപ്റ്റർ വഴിയാണത്? വാഗസ് നെർവ് എന്ന് പറയുമ്പോൾ അസറ്റൈൽ കോളിൻ മുഖാന്തരം. അസറ്റൈൽ കോളിൻ ആക്ട് ചെയ്യുന്ന ഏത് റിസപ്റ്ററിലാണ്? മസ്കാർനിക് റിസപ്റ്ററിലാണ്. മസ്കാർനിക് റിസപ്റ്റർ തന്നെ M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്. അതിൽ M3 റിസപ്റ്റർ ബേസ്ഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കൂടുന്നത്. M3 റിസപ്റ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ഒബിസിറ്റി. ഒബിസിറ്റി മെഷർ ചെയ്യാനുള്ള ഇന്റർനാഷണലി അക്സെപ്റ്റഡ് മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ ബോഡി മാസ് ഇൻഡെക്സ്, ഓപ്ഷൻ ബി പോണ്ടിരൽ ഇൻഡെക്സ്, ഓപ്ഷൻ സി എച്ച് ഇൻഡെക്സ്, ഓപ്ഷൻ ഡി സുല്ലിവാൻസ് ഇൻഡെക്സ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ് ആണ്. BMI നമ്മൾ പറയും. BMI കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതായത് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ലെസ് ദാൻ 18 ഒക്കെ ആണെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആണ്. ലെസ് ദാൻ, അതായത് നമ്മൾ ഹൈറ്റ് ഇൻ കിലോഗ്രാമിന് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 18-ൽ താഴെയാണെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആണെന്ന് അർത്ഥം. ഇനി 18-നും 24.9 ഇടയിലാണെങ്കിൽ നമ്മൾ എന്താണ്? നമ്മുടെ കറക്റ്റ് വെയിറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി അല്ല 18 മുതൽ 24 വരെയാണെങ്കിൽ നമ്മൾ കറക്റ്റ് വെയിറ്റ് ആണ്. ഇനി 24-നും 30-നും ഇടയിലാണ് നമ്മുടെ വെയിറ്റ് എങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണ്. ഓവർ വെയിറ്റ് ആണ്. ഇനി നമ്മുടെ കിട്ടുന്ന BMI വാല്യൂ 30-ലും കൂടുതലാണെങ്കിൽ നമ്മൾ എന്താണ്? ഒബീസ് ആണ്. ഈ 4 വാല്യൂസ് അറിഞ്ഞിരിക്കുക. 18-ൽ താഴെയാണെങ്കിൽ അണ്ടർ വെയിറ്റ്, 18-നും 24-നും ഇടയിലാണ് നമ്മുടെ വാല്യൂ എങ്കിൽ നമ്മൾ എന്താണ്? കറക്റ്റ് BMI നിൽക്കുകയാണ്. ഓവർ വെയിറ്റും അല്ല അണ്ടർ വെയിറ്റും അല്ല, കറക്റ്റ് BMI ആണ്. ഇനി 24-നും 30-ക്കും ഇടയിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. ഗ്രേറ്റർ ദാൻ 30 വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഒബീസ് ആണ്. സോ ഇതാണ് ഓപ്ഷൻ എ ബോഡി മാസ് ഇൻഡെക്സ്. ഈ പോണ്ടിരൽ ഇൻഡെക്സ് എന്ന് പറയുന്നതും ഒരു ഫിസിക്കൽ ഗ്രോത്ത് കാൽക്കുലേറ്റർ ആണ് ഫോർ ഇൻഫൻസ്, ഫീറ്റസ്, അതേപോലെ ന്യൂ ബോൺസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ്. പക്ഷേ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ഒബിസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ബോഡി മാസ് ഇൻഡെക്സ്, BMI ആണ്. കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. അതിൻ്റെ ആ ഒരു ഇന്ററപ്റ്റഡ് റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പ്രെഡിങ് കോഎഫിഷ്യന്റ് ഈസ് എ ഫാക്ടർ ടു ബി കൺസിഡർഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ്. ഏത് പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്ന സമയത്താണ് സ്പ്രെഡിങ് കോഎഫിഷ്യന്റിന് ഇമ്പോർട്ടൻസ് വരുന്നതെന്ന്? സൊല്യൂഷൻ, ഓയിൽമെന്റ്, ബോത്ത് ബിയാൻഡി ആൻഡ് ലോഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് സ്പ്രെഡിങ് കോഎഫിഷ്യന്റിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാവേണ്ടത്. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകളെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ബ്ലഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ബാരിയർ, പിന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ, പിന്നെ ബ്ലഡ് പ്ലാസെന്റൽ ബാരിയർ ആൻഡ് ഓപ്ഷൻ ഡി സെൽ മെംബ്രെയിൻ ബാരിയർ. ബ്ലഡ് ബ്രെയിൻ ബാരിയറിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഈ ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ആസ്ട്രോസൈറ്റ്സിന്റെ ജോലി എന്താണ്? ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുക? സ്പീഡപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രൊട്ടക്ട് ദി നെർവ് അല്ലെങ്കിൽ സെൽ ബോഡി അല്ലെങ്കിൽ ആക്സോണുകളെ ടോക്സിൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ആസ്ട്രോസൈറ്റ്സ് ആണ്. സോ ദേ ആർ എ പാർട്ട് ഓഫ് എന്താണ്? ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിലെ HPLC എന്നാണ്. ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫിയിൽ മൊബൈൽ ഫേസ് നമ്മളൊരു മെക്കാനിക്കൽ പമ്പ് യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ഡിവൈസാണ് ആ ഒരു മൂവ്മെൻറ്റ്, ആ പൾസറ്റൈൽ മൂവ്മെൻറ്റിനെ സ്മൂത്ത് ആക്കുന്നത്? എന്ത് ഡിവൈസാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗോസ്, ഓപ്ഷൻ ബി ഡാമ്പിങ്, ഓപ്ഷൻ സി ടെമ്പറേച്ചർ, ഓപ്ഷൻ ഡി ഇഞ്ചക്ഷൻ. ഇത് രണ്ടെണ്ണം എന്തായാലും വരത്തില്ല. ഗോസ് ആയിരിക്കോ ഡാമ്പിങ് ആയിരിക്കോ? അതായത് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ യൂസ് ചെയ്യുന്ന ഡാമ്പിങ് ഡിവൈസ് ആണ്
അവിടുത്തെ എഫിഷ്യൻസി കൂട്ടാനും നോയ്സ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. HPLCയിൽ മൊബൈൽ ഫേസ് സപ്ലൈ ചെയ്യുന്ന റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കൂടെ എന്തുണ്ടാവും, ഒരു ഡാം ഡിവൈസും ഉണ്ടാവും. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപ്സിഡ് ഈസ് പ്രസൻറ്റിങ്. ക്യാപ്സിഡ് കാണാൻ കഴിയുന്ന എന്തിലാന്ന്? ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗൈ, ഓപ്ഷൻ സി വൈറസ് ആൻഡ് ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. ഏതിലാണ് ക്യാപ്സിഡ് ഈസ് പ്രസൻറ്റിങ്? വൈറസ്. അതായത് ഒരു 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 കോട്ടിംഗ് ആണ്. ഈ ക്യാപ്സിഡിൻ്റെ ജോലി എന്താണ്? വൈറസിനകത്തുള്ള ക്യാപ്സിഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഈ വൈറസിൻ്റെ ഉള്ളിലെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ അത് DNA ആകാം അല്ലെങ്കിൽ RNA ആകാം. ആ ജനറ്റിക് മെറ്റീരിയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ക്യാപ്സിഡിൻ്റെ ഒരു ജോലിയാണ്. കൂടാതെ ഹോസ്റ്റ് സെല്ലിലോട്ട് എൻട്രിക്കും ഈ ക്യാപ്സിഡ് സഹായിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ഒരു വൈറസ് എൻട്രി ചെയ്യുന്നതിൻ്റെ പിന്നിലും ക്യാപ്സിഡിനൊരു റോളുണ്ട്. സോ ക്യാപ്സിഡ് ഈസ് പ്രസൻറ്റ് ഇൻ വൈറസ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബരാബർ കേവ്സ് ഫേമസ് ഫോർ ദി റോക്ക് കട്ട് ആർക്കിടെക്ചർ ഈസ് ഫൗണ്ട് ഇൻ ആസാം, ബീഹാർ, ഉത്തർപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. ഈ ബരാബർ കേവ്സ് എന്ന് പറയുന്നത് ബീഹാർ സംസ്ഥാനത്തുള്ള ഒരു കേവ് ആണ്, ഗുഹയാണ്. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്തതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ബൈ ദ നമ്പർ ഓഫ് ആറ്റംസ് ഫോർ വാട്ടർ ഈസ്. അതായത് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ മോളിക്കുലർ ഫോമിൽ അതിനടുത്ത് നോക്കിയാൽ മതി. വാട്ടറിൻ്റെ മോളിക്കുലർ ഫോമിൽ എന്താണ്? H2O. ഇതിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ഉം. അപ്പോൾ എന്തായിരിക്കും റേഷ്യോ? 2:1. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നേരിട്ടൊരു ഏത് പ്രിപ്പറേഷൻ്റെ ഡെഫിനേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്? ലിക്വിഡ് ഓറൽ പ്രിപ്പറേഷൻ. ഓക്കെ, ലിക്വിഡ് ഓറൽ പ്രിപ്പറേഷൻ ആണ്. 1 or 2 ലാർജ് ഡോസ് ഓഫ് അബൌട്ട് 50 ml. അതായത് ഒരു ലാർജ് ഡോസ് നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ഡോസ് കണ്ടെയ്നറിലാക്കി കൊടുക്കുന്നു. ഒരു ലാർജ് ഡോസ് പ്രിപ്പറേഷനിനെ സിംഗിൾ യൂണിറ്റ് ഡോസ് കണ്ടെയ്നർ നമ്മൾ എന്ത് വിളിക്കും? യൂഷ്വലി 50 ml ആണ് ലാർജ് ആയിട്ട് പറയുന്നത്. ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡോസിനെ സിംഗിൾ യൂണിറ്റ് കണ്ടെയ്നർ എന്ത് വിളിക്കും? ഡ്രോട്ട്സ് എന്ന് വിളിക്കോ, ലിഞ്ചസ് എന്ന് വിളിക്കോ, ഡ്രോപ്സ് എന്ന് വിളിക്കോ, ടിഞ്ചർ എന്ന് വിളിക്കോ? ഡ്രോപ്സ് അല്ല, ടിഞ്ചറും അല്ല. എന്താണ്? ഡ്രോട്ട്സ് ആയിരിക്കോ ലിഞ്ചസ് ആയിരിക്കോ? ഡ്രോട്ട്സ് എന്നാണ് ഇന്ന് പറയുന്നത്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. നമ്മൾ ഒരുപാട് ഈ ഡോസേജ് ഫോമിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നില്ലേ? ഡ്രോട്ട്സ്, അതേപോലെ തന്നെ കാറ്റാപ്ലാസം, അതേപോലെ തന്നെ നമ്മൾ പെസറീസ്, അങ്ങനെയൊക്കെ പഠിക്കുന്നില്ലേ? അതിലെ ഡ്രോട്ട്സിന്റെ ഡെഫിനിഷൻ എന്താണ്? എ ലാർജ് വോളിയം അല്ലെങ്കിൽ ഒരു ലാർജ് വോളിയം മെഡിസിനെ സിംഗിൾ യൂണിറ്റ് ഡോസ് കണ്ടെയ്നറിനെയാണ് നമ്മൾ ഡ്രോട്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയണം. എ ബണ്ടിൽ ഓഫ് 5 ആൽഫ ഹെലിക്സ് ആണോ? എ ബണ്ടിൽ ഓഫ് 6 ആൽഫ ഹെലിക്സ് ആണോ? എ ബണ്ടിൽ ഓഫ് 7 ആൽഫ ഹെലിക്സ് ആണോ? ആൻഡ് ഓപ്ഷൻ ഡി ആസ് എ ബണ്ടിൽ ഓഫ് 4 ആൽഫ ഹെലിക്സ് ആണോ? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററുകൾ എ ബണ്ടിൽ ഓഫ് 7 ആൽഫ ഹെലിക്സ് ആണ്. കാരണം ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിന്റെ മറ്റൊരു പേര് തന്നെ ഹെപ്റ്റാ ഹെലിക്കൽ റിസപ്റ്റർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഹെപ്റ്റാ ഹെലിക്കൽ റിസപ്റ്റർ അല്ലെങ്കിൽ 7 ട്രാൻസ് മെമ്പറൈൻ റിസപ്റ്റർ എന്ന പേരും ഉണ്ട്. 7 ട്രാൻസ് മെമ്പറൈൻ റിസപ്റ്റർ. വേറൊരു പേരും കൂടെ ഉണ്ട്, സെർപെൻറ്റൈൻ റിസപ്റ്റർ എന്നും അറിയപ്പെടുന്നുണ്ട്. സെർപെൻറ്റൈൻ റിസപ്റ്റർ. ഇതെല്ലാം ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിന്റെ മറ്റു പേരാണ്. നമ്മളോട് ചോദ്യം ചോദിച്ചിരുന്നതിനകത്ത് എത്ര ആൽഫ ഹെലിക്സ് ഉണ്ടെന്നായിരുന്നു? 5 ആണോ, 6 ആണോ, 7 ആണോ, 4 ആണോ? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹെപ്റ്റ എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. സോ എ ബണ്ടിൽ ഓഫ് 7 ആൽഫ ഹെലിക്സസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിഗ്നാൻസ് ആർ ദി കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് എ പോമഗ്രാനൈറ്റ്, ഓപ്ഷൻ ബി സോയ, ഓപ്ഷൻ സി ഫ്ലാക്സീഡ് ആൻഡ് ഓപ്ഷൻ ഡി ലൈക്കോപ്പീൻ. ഈ ലിഗ്നാൻസ് എന്ന് പറയുന്നത് പ്ലാൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. അതിൽ തന്നെ ഇത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഫ്ലാക്സീഡിനകത്താണ്. ഓക്കെ, ഫ്ലാക്സീഡിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ലിഗ്നാൻസ്. ഫ്ലാക്സീഡ് കൂടാതെ പിന്നെ സെസമേ സീഡ്സിനകത്ത് ഇത് കാണാൻ കഴിയുന്നുണ്ട്, റൈ ബ്രാൻസിനകത്തും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ഫ്ലാക്സീഡ് ഉണ്ട്. സോ ലിഗ്നാൻസ് ആർ ദി മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഫ്ലാക്സീഡ് അഥവാ റിസിനസ് കമ്മ്യൂണിസ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് ഷെഡ്യൂൾ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ, സിദ്ധ ആൻഡ് ഫോർ യുനാനി ഡ്രഗ്സ് ആർ ഡിസ്ക്രൈബ്ഡ്. അപ്പം ഷെഡ്യൂളിൽ നിന്ന് ഇപ്പോൾ 2-3 ചോദ്യമായല്ലേ. നമ്മുടെ ഷെഡ്യൂൾ ക്യൂയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരമുള്ള ഇൻസുലിൻ ഇഞ്ചക്ഷൻസിൻ്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനി.
വെറും ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആണെങ്കിൽ ഷെഡ്യൂൾ എം എ വരത്തുള്ളൂ. പക്ഷേ ഇവിടെ ആയുർവേദ സിദ്ധ ആൻഡ് യുനാനി ഡ്രഗ്സിന്റെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഷെഡ്യൂളാണ് ചോദ്യം. ഓപ്ഷൻ എ ഷെഡ്യൂൾ എസ് അല്ല, അത് കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഷെഡ്യൂൾ പഠിക്കുന്നത്. അപ്പം അതല്ല. ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഷെഡ്യൂൾ എയിൽ പറയുന്നത്. പിന്നെ ഏതായിരിക്കും അപ്പം ആൻസർ? ഓപ്ഷൻ ബിയിൽ വന്ന ഷെഡ്യൂൾ ടി ആണ് എന്ത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ സിദ്ധ ആൻഡ് യുനാനി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റ് ദ പ്രോബ്ലം ഇൻ ദ ഡോസേജ് ഫോം വെൻ ക്യാംഫർ ആൻഡ് മെന്തോൾ ആർ ആഡഡ് ടുഗദർ. ക്യാംഫറും മെന്തോളും തമ്മിൽ ഒരുമിച്ചാൽ എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടാകുന്നത്? യൂറ്ററ്റിക് മിക്സ്ചർ ഫോം ചെയ്യുമോ, ഹൈഗ്രോസ്കോപ്പിക് മിക്സ്ചർ ഫോം ചെയ്യുമോ, ഡെലിക്യുസൻ്റ് ആകുമോ, അതോ എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുമോ? എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇതെന്താ ഫോം ചെയ്യുന്നത്? യൂറ്ററ്റിക് മിക്സ്ചേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം ക്യാംഫറും മെന്തോളാണ്, കൂടാതെ തൈമോളും എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. തൈമോളും എക്സാമ്പിളായിട്ട് വരും. തൈമോളും ക്യാംഫറും ഒക്കെ വരുന്നുണ്ട്. സോ യൂറ്ററ്റിക് മിക്സ്ചർ എന്നാണ് പറയുന്നത്. ഈ യൂറ്ററ്റിക് മിക്സ്ചർ ഇങ്ങനെ ഈ എന്താണ് ഈ ഇതൊരു ഡോസേജ് ഫോമിലുണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണല്ലോ യൂറ്ററ്റിക് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യൂറ്ററ്റിക് മിക്സ്ചർ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അത് ഡിസ്പെൻസ് ചെയ്യുക, സെപ്പറേറ്റ് പാക്കിലാക്കി ഡിസ്പെൻസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇനേർട്ട് ആയിട്ടുള്ള അഡ്സോർബൻസ് ആഡ് ചെയ്യാം യൂറ്ററ്റിക് മിക്സ്ചറിൻ്റെ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, യൂറ്ററ്റിക് മിക്സ്ചർ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള മെഷർമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇത് പറഞ്ഞ പോലെ തന്നെ പാക്കേജിങ് സെപ്പറേറ്റ് ആക്കുക, അല്ലെങ്കിൽ ഇനേർട്ട് ആയിട്ടുള്ള അഡ്സോർബൻസ് ആഡ് ചെയ്യുക, അതൊരു മെത്തേഡാണ്. പിന്നെ ഈ ഓപ്ഷൻ ബിയിലും സിയിലും കൊടുത്തിരിക്കുന്ന ഹൈഗ്രോസ്കോപ്പിക്കും ഡെലിക്യുസൻറ്റും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ അതായത് വെൻ ഇറ്റ് എക്സ്പോസ് ടു എയർ ഇറ്റ് വിൽ അബ്സോർബ് ദി മോയ്സ്ചർ, പക്ഷെ ഡിസോൾവ് ആകത്തില്ല. അതിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. അതായത് അബ്സോർബ് ദി മോയ്സ്ചർ, മോയ്സ്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡു നോട്ട് ഡിസോൾവ്. അതേസമയം ഡെലിക്യുസൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡിസോൾവ് ആകും. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാന്ന് വിചാരിക്കരുത്. ഹൈഗ്രോസ്കോപ്പിക്കും ഡെലിക്യുസൻ മെറ്റീരിയൽസും മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽസ് ഡിസോൾവ് ആകുന്നില്ല. ഡെലിക്യുസൻ എന്താകും? ഡിസോൾവ് ആകും. ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽസ് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തതിൻ്റെ ഫിസിക്കൽ നേച്ചറിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷേ ഡെലിക്യുസൻ മെറ്റീരിയൽസ് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തതിൻ്റെ ആ ഫിസിക്കൽ സ്റ്റേറ്റിൽ എന്തുണ്ടാവുന്നു? ചേഞ്ച് ഉണ്ടാവുന്നു. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൻ്റെ ആൻസർ യൂറ്ററ്റിക് മിക്സ്ചറാണ്. സോഡിയം ബൈകാർബണേറ്റ് ഈസ് കോമൺലി നോൺ ആസ് ബേക്കിംഗ് സോഡ അല്ലേ? കോസ്റ്റിക് സോഡ എന്താണ്? കോസ്റ്റിക് സോഡ എന്താണ്? NaOH അല്ലേ? അടുത്തത് എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. റോച്ചെല്ലെ സാൾട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ്. സോ ബേക്കിംഗ് സോഡ എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്. ഇനി വാഷിംഗ് സോഡയാണ് ചോദിച്ചിരുന്നെങ്കിലോ Na2CO3, അതാണ് സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ. ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ബയോഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമോകൈനറ്റിക്സിൽ നിന്നാണ്. സിഗ്മ മൈനസ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്കിതിൽ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന്. എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റും ഉണ്ട്, അബ്സോർപ്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റും ഉണ്ട്. ഏതായിരിക്കും ഇതിലേതായിരിക്കും? എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആണോ അബ്സോർപ്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ സിഗ്മ മൈനസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് സിഗ്മ മൈനസ് മെത്തേഡ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് റെസിജ്വൽസ് ആണ്. മെത്തേഡ് ഓഫ് റെസിജ്വൽസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കാൽക്കുലേറ്റ് യൂസിങ് സിഗ്മ മൈനസ് മെത്തേഡ് ഫ്രം എക്സ്ക്രീഷൻ ഡേറ്റാസ് അല്ലേ? എ ഡോക്യുമെന്റ് or a set of document that serve as a basis for a batch documentation is called master formula, master record, calibration, consignment. ഇത് രണ്ടും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റോ നമ്മൾ ബാച്ച് ഡോക്യുമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്റ്റർ റെക്കോർഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ടാബ്ലറ്റ്സിൽ അല്ലെങ്കിൽ ഡോസേജ് ഫോംസിലൊക്കെ ഫില്ലേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. ഈ ഫില്ലേഴ്സ് ആഡ് ചെയ്യുന്ന വഴി ആ ഒരു നമ്മൾ പോളിമറിലോട്ട് ആ ഫില്ലേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന വഴി അവയുടെ എന്താണ് എൻഹാൻസ് ചെയ്യപ്പെടുന്നതെന്ന് അവിടെ സോലിബിലിറ്റി ആണോ, വിസ്കോസിറ്റി ആണോ,
തിക്നെസ് ആണോ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണോ? ഇത് രണ്ടും എന്തായാലും വരത്തില്ല. സോളിബിലിറ്റിയും വിസ്കോസിറ്റിക്കും വേണ്ടിയിട്ടല്ല നമ്മൾ ഫില്ലേഴ്സ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫില്ലേഴ്സ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഡൈ കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ് പോളിമേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് വിൽ എൻഹാൻസ് ദി മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്തൊരു ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ മുമ്പേ H2O റേഷ്യോ പറഞ്ഞില്ലേ, അതേപോലെ ഒരു സിമ്പിൾ ചോദ്യം. സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ. സ്റ്റീലിലൂടെ സഞ്ചരിക്കാൻ പറ്റും, എയർ വായുവിലൂടെ സഞ്ചരിക്കാൻ പറ്റും, വെള്ളത്തിലൂടെയും സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ വാക്വത്തിലൂടെ സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനാമൽ ഈസ് എ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ. ഇനാമൽ നമ്മൾ എവിടെ പഠിക്കുന്നത്? ടൂത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത് അല്ല, ടീത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. ബോൺസ് അല്ല. ചിലപ്പം കൺഫ്യൂഷൻ വരാൻ ബോൺ ആണോ എന്ന് അല്ല, ടീത്തിൻ്റെ ഭാഗമാണ് ഇനാമൽ. അതുപോലെ നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്നറിയപ്പെടുന്നത് ഈ ഇനാമലാണ്. ഒരു പ്രൊട്ടക്റ്റീവ് ഔട്ടർ കോട്ടിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? ഇനാമലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആർ സൈക്ലിക്, അലിസൈക്ലിക്, നോൺ സൈക്ലിക്, ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്. ഈ നോൺ സൈക്ലിക് എന്നും ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം എന്തായാലും വരത്തില്ല. ഓക്കെ, ഇനി സൈക്ലിക് ആണോ അലിസൈക്ലിക് കോമ്പൗണ്ട് ആണോ എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ക്വസ്റ്റിൽ തന്നെ കുഴപ്പമുണ്ട്. ഹെറ്ററോസൈക്ലിക്. ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ ഹെട്രോ ആറ്റംസ് അല്ല, ഓക്സിജനോ നൈട്രജനോ സൾഫറോ ഉള്ള സൈക്ലിക് കോമ്പൗണ്ടുകളാണ് ഹെട്രോസൈക്ലിക്. നമ്മൾ ഫ്യൂറാൻ ഒക്കെ പഠിക്കുന്നില്ലേ, ഫ്യൂറാൻ. അപ്പോൾ ഇതെന്താണ്? ഇത് സൈക്ലിക്കും ആണ്, അതിനകത്തൊരു ഹെട്രോ ആറ്റവും വരുന്നുണ്ട്. സോ സൈക്ലിക് കോമ്പൗണ്ട് കണ്ട ഈ ക്വസ്റ്റിൽ തന്നെ ഉണ്ട്. എന്താണ്? സൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ സൗണ്ട് കനോട്ട് ട്രാവൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്റേണൽ ഡിവൈസ് ആണ് വിച്ച് യൂസ് ടു സ്റ്റോർ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഡിവൈസിനകത്തുണ്ട്. CD, ഹാർഡ് ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക്, USB ഫ്ലാഷ് ഡ്രൈവ്. ഏതാണ്? ഹാർഡ് ഡ്രൈവ് ആണ് അല്ലെ, ഹാർഡ് ഡിസ്ക് ആണ്. അടുത്തത് ക്ലോവിൻ്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് ക്വസ്റ്റ്യൻ. കോമൺലി യൂസ്ഡ് സ്പൈസ് ക്ലോവ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം റൂട്ട്, ലീഫ്, റൈസോമ, ഫ്ലവർ ബഡ്. നമ്മൾ യൂജീനിയ കാരിയോഫിലസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫ്ലവർ ബഡ്സ് ആണല്ലേ പഠിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരും. യൂജീനിയ കാരിയോഫിലംസ് എന്നറിയപ്പെടുന്നതാണ് ക്ലോവ്. ക്ലോവിൻ്റെ യൂസ് വളരെ പ്രധാനപ്പെട്ടാണ്. ഡെന്റൽ അനാൽജസിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിർട്ടേസിയ ഫാമിലിയിലാണ് ക്ലോവ് പെടുന്നത്. പിന്നെ ക്ലോവിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് യൂജിനോൾ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 80% യൂജിനോൾ ഉണ്ട് അല്ലേ. യൂജിനോൾ പിന്നെ തുളസിക്കകത്തും ഉള്ള ഒരു കണ്ടന്റ് ആണ് യൂജിനോൾ. ഇൻ ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് എ റെക്കോർഡ് ഈസ് മെയ്ഡ് ഓഫ്. ഈ ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിൽ നമ്മൾ എന്താണ് ഔട്ട്പുട്ട് എന്താണ് മെഷർ ചെയ്യുന്നതെന്ന്, എന്തിൻ്റെ റെക്കോർഡാണ് ചെയ്യുന്നതെന്ന്. എനർജി ഇൻപുട്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ്, മാസ് ഡിഫറൻസ്, മോയ്സ്ചർ ഡിഫറൻസ്. ഇവിടെ കറക്റ്റായിട്ട് തെർമൽ അനാലിസിസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഡിഫറൻസ്. പട്ന സിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക് ഓഫ് റിവർ ബ്രഹ്മപുത്ര, മഹാനദി, ഗംഗ ആൻഡ് യമുന. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ ബാൻഡ് ഓഫ് കളേർഡ് കമ്പോണൻസ് ഓഫ് എ ലൈറ്റ് ബീം ഈസ് കാൾഡ്. അതായത് ഒരു ലൈറ്റ് ബീമിന്റെ കളേർഡ് കമ്പോണൻസിനെ നമ്മൾ എന്താ വിളിക്കുക? അക്കോമഡേഷൻ എന്നാണോ വിളിക്കുക? അല്ല. റേഞ്ച് എന്നാണോ? അല്ല. സ്പെക്ട്രം എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ. സ്പെക്ട്രം ഓഫ് ലൈൻസ് അല്ലെങ്കിൽ കളേർഡ് ബീം ഓഫ് റേഡിയേഷൻസിന് എന്താ വിളിക്കുക? സ്പെക്ട്രം. അടുത്തത് നമ്മൾ ബയോ അസൈൽ വരുന്നതാണ്. ഇറക്ഷൻ ഓഫ് റാറ്റ് ടെയിൽ ഈസ് ഒബ്സർവ്ഡ് ബൈ ആഫ്റ്റർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ്. അനാൽജസിക് ആണെന്നുള്ളത് പിടികിട്ടി. ഏത് അനാൽജസിക് ആണ്? നോൺ ഒപ്പിയോഡ് അനാൽജസിക് ആണോ അതോ ഒപ്പിയോഡ് അനാൽജസിക് ആണോ? നോൺ ഒപ്പിയോഡ് അനാൽജസിക്സിൽ വരുന്നതാണ് COX 1 COX 2 ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ അതെന്തായാലും വരത്തില്ല. നോൺ ഒപ്പിയോഡ് ആണോ ഒപ്പിയോഡ് അനാൽജസിക്സിൻ്റെ അസേ മെത്തേഡ് ആണോ ഇറക്ഷൻ ഓഫ് റാറ്റ് ടെയിൽ? ഒപ്പിയോഡ് അനാൽജസിക്സിൻ്റെ ആണ്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അത് ബയോ അസൈൽ വരുന്നതാണ്. അടുത്തത് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CNG? ഈ വെഹിക്കിൾസിലേക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ CNG. എന്താണ് CNG? കമ്പൈൻഡ് നൈട്രജൻ ഗ്യാസ് ആണോ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണോ,
കമ്പൈൻഡ് നാച്ചുറൽ ഗ്യാസ് ആണോ അതോ കോമൺ നാച്ചുറൽ ഗ്യാസ് ആണോ? നാച്ചുറൽ ഗ്യാസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ അതിനകത്ത് നൈട്രജൻ ഗ്യാസ് എന്ന് കിടക്കുന്നു, അപ്പോൾ ഇതെന്തായാലും വരത്തില്ല. ഓക്കെ, ഇനി അടുത്തത് കോമൺ നാച്ചുറൽ ഗ്യാസും അല്ല. ഓക്കെ, പിന്നെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണോ അതോ കമ്പൈൻഡ് നാച്ചുറൽ ഗ്യാസ് ആണോ? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനെയാണ് നമ്മൾ CNG എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. What compound is present in ashwagandha? Option steroidal glycoside, option B steroidal lactone, option C terpenoidal alkaloid and option D terpenoidal glycoside. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു അശ്വഗന്ധയിൽ എന്താണ് വിഥാനോലൈറ്റ്സ് എന്ന് പറയുന്നതാണ് സ്റ്റിറോയിഡൽ ലാക്ടോൺ ആണ്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ. ഓപ്ഷൻ എ ദ പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ബി ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ദ പ്രസിഡന്റ് ആൻഡ് ഓപ്ഷൻ ഡി ദ വൈസ് പ്രസിഡന്റ്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറേയും അതേപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് among the following is also known as the കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? കോർപ്പറേഷൻ അസംബ്ലി, ലോക്സഭ, രാജ്യസഭ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഏതാണ്? രാജ്യസഭേനെയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഡാഷ് ഈസ് എ സിന്തറ്റിക് പോളിമർ. ഇതിലൊരു സിന്തറ്റിക് പോളിമർ ഉണ്ട്, ഏതാന്ന് പറയാം. ഓപ്ഷൻ എ കാപ്രോലാക്ടോൺ, ഓപ്ഷൻ ബി കൈറ്റോസൻ, ഓപ്ഷൻ സി ഗ്ലിയാഡിൻ ആൻഡ് ഓപ്ഷൻ സി പുല്ലുലാൻ. ഇതിന്റെ കറക്റ്റ് ആൻസർ സിന്തറ്റിക് പോളിമർ ഏതാണ്? കാപ്രോലാക്ടോൺ ആണ് സിന്തറ്റിക് പോളിമറിന് എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, എൻഡമീബ ഹിസ്റ്റോളിക്ക ബിലോങ്സ് ടു ദി ക്ലാസ് ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, പ്രോട്ടോസോവയാണോ അതോ ഫംഗസ് ആണോ? ബാക്ടീരിയയും വൈറസിലൊന്നും പെടുന്നതല്ല. ഫംഗസ് ആണോ പ്രോട്ടോസോവയാണോ എൻഡമീബ ഹിസ്റ്റോളിക്ക? എൻഡമീബ ഹിസ്റ്റോളിക്ക എന്ന് പറയുന്നത് ഒരു അമീബിയാസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നതാണ്. അമീബിയാസ് എങ്ങനെയാണ് പകരുന്നത്? അതായത് കണ്ടാമിനേറ്റ് ഫീക്കൽ മാറ്ററിലൂടെയൊക്കെയാണ് അത് പകരുന്നത്. ഇതൊരു പ്രോട്ടോസോവയുണ്ട്, ഒരു അനേറോബിക് പ്രോട്ടോസോവയാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വരും. ഇപ്പോൾ മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലെ, മൈക്കോബാക്ടീരിയൻ ലെപ്ര എന്നൊക്കെ പറയുന്നതാണ് ബാക്ടീരിയ ആണ്. ഇപ്പോൾ ചിക്കൻ ബോക്സ്, വേരിസില സോസ്റ്റർ ഒക്കെ എന്താണ്? അത് വൈറസ് ആണ്. സോ ഓപ്ഷൻ സി വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. കൺസെപ്ച്വൽ സ്കിൽ ഡീൽസ് വിത്ത് ഐഡിയ, തിങ്സ്, പീപ്പിൾ, പ്രോസസ്. കൺസെപ്ച്വൽ സ്കിൽ എന്ന് പറയുന്നത് ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. The Chada Cup is related to which game or sports? Option A cricket, option B football, option C badminton and option D chess. ക്രിക്കറ്റും ഫുട്ബോളും അല്ല നമുക്ക് എന്തായാലും അറിയാം. ചെസ് അല്ലെങ്കിൽ ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ടാണോ ചാദ കപ്പ് വരുന്നത്? ബാഡ്മിൻ്റൺ ആണ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ആൻജിയോഎഡിമ ഇസ് ദി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അഫക്റ്റിംഗ്. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ച് ട്വിസ്റ്റ് ആയിട്ട് തോന്നും. ആൻജിയോഎഡിമ, എഡിമ എന്ന് പറയുന്നത് എന്താണ്? സ്വെല്ലിംഗ് അല്ലേ, സ്വെല്ലിംഗ് ഫോർമേഷൻ ആണ്. അത് എവിടെ ഉണ്ടാകുന്ന സ്വെല്ലിംഗ്? ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലാണോ, സ്കിന്നിലാണോ, അതോ ലിവറിലാണോ, അതോ പാൻക്രിയാസിലായിരിക്കും? എവിടെയാണ്? നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പസ്റ്റ് ലെയേഴ്സിൽ ഉണ്ടാകുന്ന സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ ആൻജിയോഎഡിമ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. സ്കിന്നിൻ്റെ ലെയേഴ്സിന്, ഡീപ്പർ ലെയേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന സ്വെല്ലിംഗ് ആണ് ആൻജിയോഎഡിമ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്കിൻ. അടുത്തത്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ലാർവ ഇൻടു ആൻ അഡൽട്ട് ത്രൂ എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഈസ് കാൾഡ്. റിവേഴ്സ് ഓസ്മോസിസ് എന്നാണോ പറയുന്നത്? റിവേഴ്സ് ഓസ്മോസിസ് എന്താണ്? ഒരു പ്യൂരിഫിക്കേഷൻ ടെക്നിക്കാണല്ലേ, അപ്പോൾ അതെന്തായാലും വരത്തില്ല. അടുത്തത്, മെനോപോസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് മെൻസ്ട്രൽ ഫ്ലോ നിൽക്കുന്ന ടൈമിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. അതുമല്ല, അത് ഇതുമായിട്ടൊരു ബന്ധവും ഇല്ല. മെറ്റാമോർഫിസിസ് എന്ന് പറയുമോ അതോ ബഡ്ഡിങ് എന്ന് പറയുമോ? ഒരു ലാർവ ഒരു അഡൽട്ടായിട്ട് മാറുന്ന ആ പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരെന്താ? മെറ്റാമോർഫിസിസ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോസിറ്റീവ് അഡ്സോർപ്ഷൻ ലീഡ്സ് ടു ദ ഡിക്രീസ് ഇൻ പാർട്ടിക്കിൾ സൈസ്, വെലോസിറ്റി, സർഫസ് ടെൻഷൻ, ഗ്ലോബ്യൂൾ സൈസ്. അഡ്സോർപ്ഷൻ നടക്കുന്ന വഴി, പോസിറ്റീവ് അഡ്സോർപ്ഷൻ നടക്കുന്ന വഴി സർഫസ് ടെൻഷൻ ആണ് കുറയുന്നത്, അല്ലാതെ പാർട്ടിക്കിൾ സൈസിലോ ഗ്ലോബ്യൂൾ സൈസിലോ വെലോസിറ്റിയിലൊന്നും ചേഞ്ച് വരുന്നില്ല. ലീഡ്സ് ടു ദ ഡിക്രീസ് ഇൻ സർഫസ് ടെൻഷൻ. അടുത്തതും ഒരു ജനറൽ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. ഹൗ മെനി ക്രോമസോംസ് ആർ ദെയർ ഇൻ ഹ്യൂമൻ ബീങ്?
46, 48, 40, 44. കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ 44 വരാം. 48ഉം 40 എല്ലാം നമുക്ക് എന്തായാലും അറിയാം. 44 ആണോ 46 ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. കാരണം നമുക്ക് 23 പെയർസ് ആണുള്ളത്. 23 പെയർ എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് 46 ക്രോമസോംസ് വരും അല്ലേ? അതിൽ 22 പെയർസും എല്ലാവരിലും എന്താണ്? സിമിലർ ആണ്. അതെ, അതിലെ ഒരു പെയർ ആണ് ആ സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നതാണ് XX-ഉം XY. അതാണ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. 23 പെയർ ആണ് ക്രോമസോം. അപ്പം എത്ര വരും? 46 വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ ഇന്ത്യൻ ആർമി കൺസ്ട്രക്റ്റഡ് ദ ലോങ്സ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് കാൾഡ് മൈത്രി അക്രോസ് വിച്ച് റിവർ? ഓപ്ഷൻ എ ബ്രഹ്മപുത്ര, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി ഗാഞ്ചസ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻഡസ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇൻഡസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എസ്റ്റിമേഷൻ ഓഫ് സിറം ക്രിയാറ്റിനിൻ ഈസ് കൺസിഡർഡ് ടു ബി എ മോർ റിലയബിൾ ഇൻഡിക്കേറ്റർ ഫോർ ദ ഇവാലുവേഷൻ ഓഫ്. നമ്മൾ സിറം ക്രിയാറ്റിൻ മെഷർ ചെയ്ത് നമ്മൾ ഏത് അവയവത്തിൻ്റെ ഫങ്ഷനാണ് ചെക്ക് ചെയ്യുന്നത്? ലിവർ ആണോ, കിഡ്നി ആണോ, ലങ്സ് ആണോ, അതോ ഗ്യാസ്ട്രിക് ഫങ്ഷൻ ആണോ? എന്തായാലും ലങ്സും ഗ്യാസ്ട്രിക് ഫങ്ഷനും എല്ലാം നമുക്ക് ഉറപ്പാണ്. ക്രിയാറ്റിൻ മെഷർ ചെയ്യുന്നത് നമ്മൾ എന്തിനാണ്? കിഡ്നിയുടെ ഫങ്ഷൻ അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് അല്ലേ? സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. കിഡ്നി ഫങ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റാണ് ക്രിയാറ്റിൻ നോക്കുന്നത്, സിറം ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത്? ഓപ്ഷൻ എ സെക്കൻഡ്, ഓപ്ഷൻ ബി ഡെസിബൽ, ഓപ്ഷൻ സി ഹെഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി മീറ്റർ. വേവ് ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ടൈമിനാണ് നമ്മൾ സെക്കൻഡ് പറയുന്നത്. ഫ്രീക്വൻസി ആണ് നമ്മൾ എന്തിൽ പറയുന്നത്? ഹെഡ്സിൽ പറയുന്നത്. പിന്നെ സൗണ്ട് അല്ലെങ്കിൽ ലൗഡിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെസിബലിനകത്ത്. ലൗഡ് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡെസിബലാണ്. നമ്മളോടുള്ള ചോദ്യം SI യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് ആയിരുന്നു, അത് മീറ്റർ ആണ്. ഓപ്ഷൻ ഡി വരും. A test which measures the ability of a compound to diminish the concentration of sugar in a blood. ജസ്റ്റ് ഒന്ന് കറക്കി ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ഏജൻറ്റ് കഴിക്കുമ്പം ബ്ലഡിലെ ഷുഗർ ലെവൽ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഏജൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോഗ്ലൈസീമിക് എന്ന് വിളിക്കുമോ അതോ ഹൈപ്പർ ഗ്ലൈസീമിക് എന്ന് വിളിക്കുമോ? പ്രത്യേകം പറയുന്നുണ്ട് ഡിമിനിഷ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ. അതായത് ഷുഗർ ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹൈപ്പർ ഗ്ലൈസീമിക് വരിക? വരത്തില്ല. പിന്നെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഹൈപ്പോഗ്ലൈസീമിക്. അടുത്ത ക്വസ്റ്റ്യൻ, മഗ്നീഷ്യം സൾഫേറ്റ് ഈസ് കോമൺലി നോൺ ആസ്. റോച്ചലെ സാൾട്ട് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ്. എപ്സം സാൾട്ടിനെയാണ് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് എന്നറിയപ്പെടുന്നത്. ഫ്ലവർ ഓഫ് സൾഫർ എന്നറിയപ്പെടുന്നത് സബ്ലൈംഡ് സൾഫറിനെയാണ്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, സബ്ലൈംഡ് സൾഫർ. ഓക്കെ, അടുത്ത 87ന്റെ ആൻസർ ഓപ്ഷൻ ബി എപ്സം സാൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ആൽക്കഹോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ്. അതായത് ഒരു ആൽക്കഹോളും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആൻ ഓർഗാനിക് ആസിഡ് ടു ഫോം ഈഥർ, ആൽഡിഹൈഡ്, എസ്റ്റർ ആൻഡ് അമൈഡ്. എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? ആൽക്കഹോളും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും? എസ്റ്റർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബേസിക് കെമിക്കൽ ടെസ്റ്റ് ടു ഐഡന്റിഫൈ ദി ആന്ത്രസീൻ ഗ്ലൈക്കോസൈഡ് ഇൻ അലോ? നമുക്കറിയാം അലോയുടെ പ്രധാനപ്പെട്ട ഗ്ലൈക്കോസൈഡാണ് ആന്ത്രസീൻ ഗ്ലൈക്കോസൈഡാണ്. സെന്നയ്ക്കകത്തും റുബാർബിനകത്തും ഒക്കെ ആന്ത്രസീൻ ഗ്ലൈക്കോസൈഡാണ്. അതിനുള്ള ടെസ്റ്റ് ഏതാണ്? മോഡിഫൈഡ് ബോൺട്രാഗസ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? മോഡിഫൈഡ് ബോൺട്രാഗസ് ടെസ്റ്റ് എസ്പെഷ്യലി ടു ഐഡന്റിഫൈ ദി സി ഗ്ലൈക്കോസൈഡ്സ്. അപ്പോൾ ബോൺട്രാഗസ് ടെസ്റ്റും ഉണ്ട്, മോഡിഫൈഡ് ബോൺട്രാഗസ് ടെസ്റ്റും ഉണ്ട്. മോഡിഫൈഡ് ബോൺട്രാഗസ് ടെസ്റ്റ് ആണ് നമ്മൾ അലോയിലെ ആന്ത്രസിൻ ഗ്ലൈക്കോസൈഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ഈ കെല്ലർ കില്ലാനി ടെസ്റ്റും ലീഗൽ ടെസ്റ്റും കാർഡിയാക്ക് ഗ്ലൈക്കോസൈഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? കാർഡിയാക്ക് ഗ്ലൈക്കോസൈഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കൂടാതെ ബാൽജറ്റ് ടെസ്റ്റും വരുന്നുണ്ട്. കെല്ലർ കില്ലാനി ടെസ്റ്റ് സ്പെസിഫിക്കലി ഫോർ ഡിജിറ്റോക്സോസിന് വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റാണ് കെല്ലർ കില്ലാനി ടെസ്റ്റ്. മോഡിഫൈഡ് ബോൺട്രാഗസ് ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. അപ്പാരന്റ് ബൾക്ക് ഡെൻസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത് എന്താണ്? മാസ് ബാർ വോളിയം എന്നുള്ളതാണ്.
മാസ് എപ്പോഴും നമ്മൾ എന്തായിരിക്കും ഗ്രാമിലായിരിക്കും മെഷർ ചെയ്യുന്നത്. വോളിയം ആണെങ്കിൽ ml. അപ്പം നോക്കൂ, ഇവിടെ ഓപ്ഷൻ എ തന്നെ കിടപ്പുണ്ട്. എന്താണ്? ഗ്രാം പെർ ml. അതാണ് അപ്പാരന്റ് ബൾക്ക് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആക്സിസ് ഈസ് എ ബോൺ ഓഫ് ലെഗ്, ഫോറാം, സ്കള്ള്, സ്പൈനൽ കോഡ്. ഫോറാമും ലെഗും അല്ല എന്നുള്ളത് നമുക്ക് അറിയാം. സ്കള്ളിന്റെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെ ഭാഗമാണോ ആക്സിസ് എന്ന് പറയുന്നത്? ആക്സിസ് സ്പൈനൽ കോഡിന്റെ ഭാഗമാണ്. സെക്കൻഡ് സെർവിക്കൽ വെർട്ടിബ്രേ ആണ് ആക്സിസ് എന്ന് പറയുന്നത്. അറ്റ്ലസ് ആണ് ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രേ. സോ ഓപ്ഷൻ സി സ്പൈനൽ കോഡ് വരും കറക്റ്റ് ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് എത്രയാണ്? 206 ആണ്. അത് അറിഞ്ഞിരിക്കണം. അടുത്ത, മൈൽഡ് ഷാംപൂസ് ആർ പ്രിപ്പയർഡ് വിത്ത് ആനിയോണിക് സർഫാക്റ്റന്റ്, കാറ്റോണിക് സർഫാക്റ്റന്റ്, നോൺ അയണിക് സർഫാക്റ്റന്റ്, ആംഫോട്ടറിക് സർഫാക്റ്റന്റ്. ഈ എല്ലാ സർഫാക്റ്റൻസിന്റെ എക്സാമ്പിൾ ആദ്യം അറിഞ്ഞിരിക്കുക. ആനിയോണിക് സർഫാക്റ്റൻസിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് സോഡിയം ലൊറൈൽ സൾഫേറ്റ്. കാറ്റോണിക് സർഫാക്റ്റന്റിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് സിട്രിമൈഡ്. നോൺ അയണിക് സർഫാക്റ്റൻസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ട്വീൻസ്, സ്പാൻസ് ഒക്കെ. എപ്പോഴും മൈൽഡ് ഷാംപൂസ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആംഫോട്ടറിക് സർഫാക്റ്റൻസ് ആണ്. ഓപ്ഷൻ ഡി വരും. അടുത്ത ക്വസ്റ്റ്യൻ, അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ക്യാൻ ബി മെഷേർഡ് ബൈ. നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയിൽ വൈബ്രേഷൻ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് മെഷർ ചെയ്യുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ മെഷർ ചെയ്യുന്നതിനകത്ത് ഏത് മെത്തേഡിനകത്താണ്? ഫ്ലെയിം ഫോട്ടോമെട്രിയിലാണോ, സ്പെക്ട്രോ ഫോട്ടോമെട്രിയിലാണോ, വോൾട്ടാമെട്രിയിലാണോ, അതോ പൊളാരിമെട്രിക്കകത്താണോ? സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സ്പെക്ട്രോ ഫോട്ടോമെട്രിയിലാണ്. അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്ത് വിളിക്കും? സ്പെക്ട്രോ ഫോട്ടോമെട്രി അല്ലെങ്കിൽ സ്പെക്ട്രോ ഫോട്ടോമെട്രിക് എന്ന് പറയും അല്ലേ? സോ സ്പെക്ട്രോ ഫോട്ടോമെട്രി എന്നാണ് ടെക്നിക്കിന് പറയുന്ന പേര്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ, സ്പെക്ട്രോ ഫോട്ടോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ സൈസ് റിഡക്ഷൻ ടെക്നിക്ക് പഠിച്ചു. അതിൽ നമ്മൾ ബോൾ മില്ല്, ഫ്ലൂയിഡ് എനർജി മില്ലൊക്കെ ഇമ്പാക്റ്റ് ആൻഡ് അട്രിക്ഷൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹാമർ മില്ലാണെങ്കിൽ ഇമ്പാക്റ്റ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. അടുത്ത അതേ ഈ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് മിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ടൈപ്സ് ഓഫ് മിക്സിംഗ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ കൺവെക്റ്റീവ് മിക്സിംഗ് എന്ന് പറയുന്ന ടൈപ്പ് ഒരു മിക്സിംഗ് ഉണ്ട്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് കണ്ടുപിടിക്കേണ്ടത്. ഷിയർ മിക്സിംഗ് ആണോ, ഡിഫ്യൂസീവ് മിക്സിംഗ് ആണോ, മൈക്രോ മിക്സിംഗ് ആണോ, മാക്രോ മിക്സിംഗ് ആണോ? ഇത് രണ്ടും മറ്റ് രണ്ട് ടൈപ്പാണ്, ഷിയറും ഡിഫ്യൂസീവും. മൈക്രോ ആണോ മാക്രോ ആണോ? ഏതാണ്? മാക്രോ മിക്സിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? കൺവെക്റ്റീവ് മിക്സിംഗ്. നല്ലൊരു ചോദ്യമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഓപ്ഷൻ ഡി വരും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. അതായത് ജൂറിസ്പ്രുഡൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ഷെഡ്യൂളുകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതാ നോക്കൂ, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൽ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്, 5 ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അതിലെ ചാപ്റ്റർ 3 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഈ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡൊക്കെ ചാപ്റ്റർ 2 ആണ്. ഓക്കെ, അടുത്തത് ചാപ്റ്റർ 3 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആണ് ചാപ്റ്റർ 3. ചാപ്റ്റർ 4 ആണ് മാനുഫാക്ചർ, സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്. ചാപ്റ്റർ 4 ആണ്. ഓക്കെ, പ്രൊവിഷൻ റിലേറ്റഡ് ടു ആയുർവേദ, സിദ്ധ, യുനാനി ഒക്കെ ചാപ്റ്റർ 4A, 4ൽ തന്നെ വരുന്ന ഒരു 4A വരും. ഓക്കെ, നമ്മളോടുള്ള പിന്നെ എല്ലാം ആയില്ലേ? അപ്പം നമ്മളോട് ചോദിച്ചിരുന്ന ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 3 ഏതാണ്? അപ്പം ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആണ്. 5 ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ആണ്. ചാപ്റ്റർ 2-നകത്ത് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ഉണ്ട്, ഡിറ്റാബ് കൂടാതെ പിന്നെ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത് ചാപ്റ്റർ 2-നകത്താണ്. ചാപ്റ്റർ 3-കകത്ത് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്. ചാപ്റ്റർ 4-നകത്ത് അതിൻ്റെ മാനുഫാക്ചർ, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്. പിന്നെ ചാപ്റ്റർ 4A പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനി. ചാപ്റ്റർ 5 മിസലേനിയസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഫാർമസി ആക്ടിൻ്റെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നു. ചാപ്റ്റർ 3 സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനെ കുറിച്ച് പറയുന്നു. ചാപ്റ്റർ 4 രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റ്. ചാപ്റ്റർ 5 മിസലേനിയസ്. ഫാർമസി ആക്ടിൻ്റെ ആ 5 ചാപ്റ്ററുകളും ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ 5 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാ ചോദിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 3 ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ്. അടുത്തത് BCG വാക്സിൻ ഈസ് എ ബൊവൈൻ സ്ട്രെയിൻ ഓഫ്. ഓക്കെ, BCG vaccine gives protection against which
ഡിസീസ്? ട്യൂബർക്ലോസ്. ഈ BCG വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഏത് സ്ട്രെയിനിൽ നിന്നാണ്? സാൽമോണല്ല ടൈഫി ആണോ? അല്ല. ഓപ്ഷൻ ബി പാരാ ഇൻഫ്ലുവൻസ വൈറസ്, ഓപ്ഷൻ സി മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസ് ആൻഡ് ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസ് ആണ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. Any undesirable change in the physical, chemical, biological features of air, land and water is called A. Ecology, B. Ecosystem, C. Pollution and D. Pollutants. അതായത് ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ ബയോളജിക്കലായിട്ടോ ചേഞ്ചസ് ഉണ്ടാകാം മണ്ണിൽ, അതേപോലെ തന്നെ വായുവിൽ, അതുപോലെ വെള്ളത്തിന്. നമ്മൾ എന്താ വിളിക്കുക? പൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ സി. അതിന് കാരണമാകുന്ന ഏജന്റുകളാണ് പൊല്യൂട്ടൻസ്. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ബൈ വിച്ച് ബോണ്ട് അമിനോ ആസിഡ്സ് ആർ ജോയിൻ ടുഗദർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണോ, ഹൈഡ്രജൻ ബോണ്ട് ആണോ, അമൈഡ് ബോണ്ട് ആണോ, അതോ അയണിക് ബോണ്ട് ആണോ? ഇത് രണ്ടൊന്നും അല്ല. അമൈഡ് ബോണ്ട് ആണോ അതോ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണോ അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്തിരിക്കുന്നത്? അമൈഡ് ബോണ്ട് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് എന്നും അറിയപ്പെടും. അമൈഡ് ബോണ്ട് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ടിലൂടെയാണ് അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഹൂ ഈസ് നോൺ ആസ് ദി അയൺ മാൻ ഓഫ് ഇന്ത്യ? ഓക്കെ, അത് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യം തന്നെ ആയിരിക്കും അല്ലേ? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് ഓപ്ഷൻ ഡി സമുദ്രഗുപ്ത. ആരെയാണ് അറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസിനെ എന്തെന്ന് അറിയപ്പെടുന്നത്? പാട്രിയോട്സ് ഓഫ് പാട്രിയോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ എന്തെന്നറിയപ്പെടുന്നത്? ആർക്കിടെക്ചർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആർക്കിടെക്ചർ ഓഫ് മോഡേൺ ഇന്ത്യ. അടുത്ത സമുദ്രഗുപ്തനെ എന്താ അറിയപ്പെടുന്നത്? നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ്. നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനെയാണ്. മാൻ ഓഫ് പീസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിനെയാണ്. കുറച്ച് പ്രധാനപ്പെട്ട ലീഡേഴ്സും റിനോഡ് ലീഡേഴ്സും ഇതേപോലുള്ള പേരും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അയൺ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ പാട്രിയോട്സ് ഓഫ് പാട്രിയോട്ട് എന്ന് സുഭാഷ് ചന്ദ്രബോസിന് ആ പേര് നൽകിയത് മഹാത്മാഗാന്ധിയാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗിവൺ ബൈ മഹാത്മാഗാന്ധി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ RRB 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. സോ ഒരുവിധപ്പെട്ട എല്ലാ പോർഷൻസിൽ നിന്നും കവർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചോദിച്ച് കണ്ടിരുന്നത് ആ ഒരു ടൈമിൽ ജൂറിസ്പ്രുഡൻസിൽ നിന്നും അതേപോലെ തന്നെ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ കണ്ടത്. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടത് ജൂറിസ്പ്രുഡൻസിൽ നിന്നും അതേപോലെ തന്നെ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനാമൽ, അതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. തൈറോയിഡിൻ്റെ കാൽസിറ്റോണിൻ റിലീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞു.